ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത് 5 to 10 ആണ്. ബാക്കി ചാപ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ലാത്ത ചാപ്റ്ററാണ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്റർലേക്ക് പോകുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്റർലെ FM എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററിൽ ആവശ്യം വരുന്നുണ്ട്. അവിടെ ഇതിൽ വരുന്ന ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. അവിടെ എന്താണെന്നുള്ളതിന്റെ ഡയറക്റ്റ് ആപ്ലിക്കബിലിറ്റി അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ട് പോകണം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. ബാക്കി ചാപ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ആ എമൗണ്ട് പുറത്ത് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമുക്ക് തരും. അതിനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ആ എമൗണ്ട് പുറത്ത് ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവർക്ക് ഒരു എമൗണ്ട് കൊടുക്കേണ്ടി വരും. ആ എമൗണ്ടിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സിറ്റുവേഷനിലാണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഇത് മെയിൻ ആയിട്ട് 4 ടോപ്പിക്സ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ ആനുവിറ്റി. ഈ 4 ടോപ്പിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഒപ്പരായിരിക്കും നോക്കുന്നുണ്ടാവാം. അതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള ടോപ്പിക്സ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ള കാര്യം നോക്കാം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്ന ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ 10,000 റുപ്പീസ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്കിന്റെ സ്കീം പ്രകാരം അവർ 10% ആണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത്. അവര് 10% ആണ് ഇൻട്രസ്റ്റ് തരുന്നത്. ഇയർലി ആണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത്. ആ ബാങ്കിന്റെ സ്കീം അങ്ങനെയാണ്. നമുക്ക് പല സ്കീമിലും ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഇയർലി അല്ല ഡെപ്പോസിറ്റ്. അപ്പോൾ ആ ഇയറിന്റെ എൻഡിലായിരിക്കും എനിക്ക് ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടാവും. ഈ ഫസ്റ്റത്തെ ഇയറിന്റെ എൻഡിലായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടാം. ഈ 10,000 മുകളിൽ 10% ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. 10% ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് 10,000 ഇൻറ്റു 10% എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. 10,000 ഇൻറ്റു പെർസെൻറ്റേജ് എന്നുള്ള ബട്ടൺ കാൽക്കുലേറ്ററിലുണ്ട്. അത് ഡയറക്റ്റ് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം? 10 ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, 10 ഡിവൈഡ് ബൈ 100 ചെയ്താൽ 1000 എന്ന് കിട്ടും അല്ലെ. അതേപോലെ തന്നെ ഇയർ 2ലേക്ക് വരുന്ന സമയത്തോ, രണ്ടാമത്തെ ഇയറിന്റെ എൻഡിൽ എന്ത് ചെയ്യും? എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഫസ്റ്റ് ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഈ 10,000 മുകളിൽ തന്നെ ആയിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവും. 10,000 മുകളിൽ തന്നെ 10% 1000 എന്ന് വരും. ഓക്കെ അല്ലെ. ഇനി ഇയർ 3ലേക്ക് വരുന്ന സമയത്തോ ഇതേപോലെ തന്നെ 10,000 മുകളിൽ 10% എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. എല്ലാ ഇയറിലും എനിക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. 1000 ആണ് ഫിക്സ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ. അതിനാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഈ സെയിം ബാങ്കിൽ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ 10,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ ബാങ്ക് 10% ഇൻട്രസ്റ്റ് ആണ് തരുന്നത്. ഇയർലി ആണ് അവർ ഇൻട്രസ്റ്റ് തരുന്നത്. പക്ഷെ ഞാൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള സ്കീമിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയർ എൻഡിൽ തന്നെയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. ഇയർലി ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. അപ്പോൾ ഫസ്റ്റത്തെ ഇയറിന്റെ എൻഡിൽ എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന സമയത്ത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 10,000 മുകളിൽ 10% കാൽക്കുലേറ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ 10 ഡിവൈഡ് ബൈ 100 എന്ന് കൊടുക്കുക. അപ്പൊ 1000 എന്ന് കിട്ടും അല്ല. ഫസ്റ്റത്തെ ഇയറിൽ കിട്ടിയിട്ടുള്ളത് രണ്ടും സെയിം തന്നെയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിലും 1000 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇയർ 2ലേക്ക് വരുന്ന സമയത്ത് ഈ 10,000 കൂടെ മുന്നേ കിട്ടിയിട്ടുള്ള ഈ 1,000 കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമ്മൾ ഫസ്റ്റത്തെ എമൗണ്ട് മുകളിൽ തന്നെ ആയിരുന്നു പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഈ 10,000ലേക്ക് ഞാൻ ഈ 1,000 കൂടെ ആഡ് ചെയ്തു. അപ്പൊ എത്രയായി? 11,000. ഈ 11,000 മുകളിലാണ് ഞാൻ 10% കാൽക്കുലേറ്റ് ചെയ്യുക. 11,000 മുകളിൽ 10% എന്ന് പറഞ്ഞാൽ 1,100 എന്ന് വന്നു.
ഓക്കെ അല്ലേ? ഇനി ഇയർ 3 വരുന്ന സമയത്തോ, ഇയർ 3 വരുന്ന സമയത്ത് മുന്നത്തെ 11,000 വീണ്ടും ഈ 1000 and 100 ആഡ് ചെയ്യും. അതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ ഇൻട്രസ്റ്റും ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ആ എമൗണ്ടിന്റെ പുറത്തായിരിക്കും നമ്മൾ പെർസെൻറ്റേജ് കൊടുക്കുക. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് 12,000 and 100 പുറത്തായിരിക്കും 10% കൊടുക്കുക. 10% കൊടുക്കുന്ന സമയത്ത് 1000 and 210 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഓരോ ഇയറിലും ഉള്ള ഇൻട്രസ്റ്റ് എന്താവുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. അതിനാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം എല്ലാത്തിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള 1000 തന്നെയാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിൽ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ഇൻട്രസ്റ്റിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പെർസെൻറ്റേജ് നോക്കാം. എങ്ങനെയാണ് അതിന്റെ ഇക്വേഷൻസ്, പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷന്, അതേപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ, എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻസ് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ആട്ടോ ഞാൻ ഇവിടെ ഇതൊന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ടെക്സ്റ്റിൽ പറയുന്ന ഇൻട്രസ്റ്റ് വരുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി PRT ആണ് ചെയ്യുക. PRT ആണ് ചെയ്യുക. അതിൽ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്. ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാണ് ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനാണ് I എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ ഇനീഷ്യലി എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ലോൺ എടുക്കില്ല, ഫസ്റ്റ് ഇനീഷ്യലി എടുത്തിട്ടുള്ള ലോൺ അല്ലെങ്കിൽ ഇനീഷ്യലി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ചില സ്ഥലത്ത് ക്യാപിറ്റൽ ലെറ്റർ R ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. പക്ഷെ തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ 10% ആണ് പെർസെൻറ്റേജിന്റെ റേറ്റ് പറയുന്നത് 10% ആണെന്നുണ്ടെങ്കിൽ ആറിന്റെ ക്യാപിറ്റൽ ലെറ്റർ R എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് 10 തന്നെയാണ് എടുക്കുക. സ്മോൾ ലെറ്റർ R എടുക്കുന്ന സമയത്തോ 0.1 ആയിരിക്കും എടുക്കുക. ദാറ്റ് മീൻസ് 10 ഡിവൈഡ് ബൈ 100 ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്മോൾ ലെറ്റർ R ആയിട്ട് എടുക്കുക. അതാണ് ക്യാപിറ്റൽ ലെറ്റർ Rഉം സ്മോൾ ലെറ്റർ Rഉം തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50% ആണ് ഇൻട്രസ്റ്റ് റേറ്റ് തന്നെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R പ്രകാരം 15 തന്നെ എടുക്കും. സ്മോൾ ലെറ്റർ R പ്രകാരം 15 ഡിവൈഡ് ബൈ 100 ദാറ്റ് മീൻസ് R ഈക്വൽ ടു 0.15 എന്ന് എടുക്കും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഡിവൈഡ് ബൈ 100 എന്നൊന്നും ചെയ്യേണ്ട. ഡയറക്റ്റ് ഇപ്പോൾ ഒരു മോർ ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഡെസിമൽ ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 15 ആണെന്നുണ്ടെങ്കിൽ 0.15, 14 ആണെന്നുണ്ടെങ്കിൽ 0.14, 16 ആണെന്നുണ്ടെങ്കിൽ 0.16. ഓക്കെ അല്ലേ? ഇനി ലെസ് ദാൻ 10 ആണ്. ഇപ്പോൾ 7 ലെസ് ദാൻ 10 ആണെന്നുണ്ടെങ്കിൽ 7 ആണെന്നുണ്ടെങ്കിൽ ഈ ഡെസിമൽ അതിൻ്റെ ഒരു 0 കൂടി ഇട്ടിട്ട് 7 എന്ന് എഴുതാം. ഇപ്പോൾ 4 ആണെന്നുണ്ടെങ്കിൽ 0.04, ഇവിടെ ഒരു എക്സ്ട്രാ ഒരു 0 കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഇതൊക്കെ ഇനി മുന്നോട്ട് പോകുന്ന ക്വസ്റ്റ്യനുകളിൽ ആവശ്യം വരും. ആനുവിറ്റിയിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഓക്കെ, അത് അതിൻ്റെ അടുത്ത ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ടി എന്ന് പറയുന്നത് ടൈം. ഓക്കെ അല്ലേ? ഇനി ചില പുസ്തകത്തിൽ N എന്നായിരിക്കും കാണുന്നുണ്ട്. N എന്ന് പറഞ്ഞാലും ടൈം തന്നെ കേട്ടോ. നമ്പർ ഓഫ് ഇയേഴ്സ് എന്നാണ് അർത്ഥം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്നും ടൈം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് A is equal to P into 1 plus I raised to N ആണ്. 1 plus I raised to N ആണ്. ഓക്കെ, I എന്നും പറയും R എന്നും പറയും കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ I എന്നാണ് കൊടുത്തിട്ടുള്ളത്. R എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. 1 plus R raised to N എന്ന് പറഞ്ഞാലും 1 plus I raised to N എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ അല്ലേ? A is equal to P into 1 plus R raised to N. അതിൽ A എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് എന്താന്നുള്ളത് പറഞ്ഞുതരാം. P എന്ന് പറഞ്ഞാൽ നേരത്തെ സെയിം തന്നെ പ്രിൻസിപ്പൽ എമൗണ്ട്. R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ അല്ലേ? A എന്ന് പറയുന്നത് രണ്ടിലും കൂടി കോമൺ ആണ് കേട്ടോ. A എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ടും ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതിനാണ് നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ വാല്യൂവിനാണ് നമ്മൾ എമൗണ്ട് എന്ന് പറയുന്നത്. അതിപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരമാണെങ്കിലും A എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റിലും പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റിനാണ് എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിനാണ് എമൗണ്ട് എന്ന് പറയുന്നത്.
ഇതിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഐ കാണാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എ കാണാനുള്ള ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ എ കണ്ടിട്ട് അതിന്ന് പി മൈനസ് ചെയ്താലാണ് നമുക്ക് ഐ കിട്ടുക. എമൗണ്ടിന്ന് കോമൺ സെൻസ് ആട്ടെ, എമൗണ്ടിന്ന് ടോട്ടൽ എമൗണ്ടിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ ഇൻട്രസ്റ്റ് കിട്ടും, ടോട്ടൽ എമൗണ്ടിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും, പ്രിൻസിപ്പൽ എമൗണ്ടും ടോട്ടൽ എമൗണ്ടിന്ന് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്താൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും, ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൂടി ആഡ് ചെയ്താൽ എമൗണ്ട് കിട്ടും. ഇത് ബേസിക് കോമൺ സെൻസ് ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. കാൽക്കുലേറ്റർ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാന്ന് പറഞ്ഞുതരാം. ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എസ് ഐ എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എസ് ഐ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്. എസ് ഐ ഓൺ 3,500 ഫോർ 3 years അറ്റ് 12% പെർ ആനം. എന്താ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത പറയാനുള്ളത് ക്വസ്റ്റ്യനില് എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ കാണാൻ പറഞ്ഞതെന്ന് നമ്മൾ എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്വസ്റ്റ്യനിൽ അവർ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഇനി അതല്ല ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാണ്. ഓക്കെ അല്ലേ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ എന്തായാലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയും. ഇനി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാണ്. അതും കൂടി ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിൽ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ 3,500 ഫോർ 3 years അറ്റ് 12% പെർ ആനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യാം? അവർ കൂടുതലായിട്ട് ഇക്വേഷനിലേക്ക് ഒന്ന് ആലോചിക്കേണ്ട. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇക്വേഷനിൽ പോകാൻ ഡയറക്റ്റ് പെർസെൻറ്റേജ് വൈസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 3,500 12% പ്രകാരം 3 വർഷത്തേക്ക് എന്നാ പറയുന്നത്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, 3,500 എന്ന് കൊടുക്കുക, 3,500 കൊടുക്കുക ഇൻറ്റു 12. അതിൽ തന്നെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ ഉണ്ടാവും, ആ ബട്ടൺ കൊടുക്കുക. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്താൽ ഡയറക്റ്റ് അതിന്റെ പെർസെൻറ്റേജിന്റെ എമൗണ്ട് വരും. 420 എന്ന് വരും. അത് 1 ഇയറിലേക്കുള്ളതാണ് കിട്ടിയില്ല. 420 എന്ന് പറയുന്നത് 1 ഇയറിലേക്കുള്ളതാണ്. നമ്മളോട് 3 ഇയർ എന്നല്ലേ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇൻറ്റു 3 ചെയ്താൽ 3 വർഷത്തേക്കുള്ള കിട്ടൂലേ? അത് ഇക്വേഷൻ വൈസ് ചിന്തിച്ചില്ലെങ്കിലും കിട്ടില്ലേ? ഇത് 1 ഇയറിലേക്കാണ് 420 എന്ന് കിട്ടില്ലേ? അപ്പൊ ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്കുള്ള 1,216 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി. ഓക്കെ, അങ്ങനെ കേട്ടോ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ട. കൂടുതലായിട്ട് ഇക്വേഷനിലേക്കും കാര്യങ്ങളിലേക്കും ഒന്നും പോകണ്ട. PRT എന്ന് പറഞ്ഞാൽ 3,500 ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 0.12 ഇൻറ്റു T എന്ന് പറയുന്നത് 3. ഇങ്ങനെ ചെയ്താൽ ആൻസർ സെയിം തന്നെയാണ്. നിങ്ങൾ മൈൻഡ് വൈസ് ആലോചിച്ചെടുത്താലും സെയിം തന്നെയായിട്ട് കിട്ടുക. ഇനി അത് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന് പ്രിൻസിപ്പിൾ കൊടുത്തിട്ടുണ്ട്, പി കൊടുത്തിട്ടുണ്ട്, R കൊടുത്തിട്ടുണ്ട്, T കൊടുത്തിട്ടുണ്ട്. യൂസിങ് I ഈക്വൽ ടു PRT ബൈ 100 I വിൽ ബി. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതിൽ ഇക്വേഷൻ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഇക്വേഷൻ ഇതേപോലെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ അതൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷനിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ P എന്ന് പറഞ്ഞാൽ 5,000, R എന്ന് പറയുന്നത് 15, T എന്ന് പറഞ്ഞാൽ 4.5 ഡിവൈഡ് ബൈ 100. ഡയറക്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഡയറക്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇൻറ്റു 15 ഇൻറ്റു 4.5 ഡിവൈഡ് ബൈ 100. ഡയറക്റ്റ് ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് 3,375 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് ഇക്വേഷൻ പറയുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി അടുത്ത if P is equal to 5,000, T is equal to 1, I is equal to 300, R will be. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ രണ്ട് മെത്തേഡിൽ ചെയ്യാം. രണ്ട് മെത്തേഡിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ എന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഏതാണെന്ന് അസ്യൂം ചെയ്യേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യണം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കണം അവർ കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് അസ്യൂം ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രകാരം അതിന്റെ ഇക്വേഷൻ വരുന്നത് PRT അല്ലേ? I is equal to PRT. ഇതിൽ ഐക്കും പിക്കും ടിക്കും വാല്യൂ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ആറിന്റെ വാല്യൂ കിട്ടും. അതൊരു മെത്തേഡ്. അതല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇത് തന്നിട്ടുള്ളത് പ്രിൻസിപ്പൾ അല്ലേ, 5,000 പ്രിൻസിപ്പൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് എമൗണ്ട് 300 എന്ന് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എമൗണ്ട് ആട്ടോ തന്നിട്ടുള്ളത്.
ടി എന്ന് പറഞ്ഞാൽ 1 ഇയർ, 1 ഇയറിലേക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയാലും ആൻസർ കിട്ടും. അതാണ് രണ്ടാമത്തെ മെത്തേഡ് വരുന്നത്. കാണിച്ചു തരാം. ഫസ്റ്റ് പറയുന്നത് 5% അല്ലേ, 5,000ന്റെ 5% എന്ന് പറഞ്ഞാൽ 250 ആണ് വരാം അല്ലെ. 5,000 5% 250. നമുക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 300 ആണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ അല്ല. ഓക്കെ, ഇനി അടുത്ത 4% എന്ന് പറഞ്ഞാൽ 250നെക്കാട്ടി കുറവല്ലേ വരാം. അപ്പൊ എന്തായാലും ബിയും അല്ല. ഇനി 5,000ന്റെ 6% കാൽക്കുലേറ്റർ അടിച്ചു നോക്കാം. അപ്പൊ 300 എന്ന് വരും. ഓക്കെ അല്ല, 300 എന്ന് വരും. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 1 ഇയർ ആട്ടോ, അതുകൊണ്ടാണ് ഡയറക്റ്റ് ആ പെർസെന്റേജ് മാത്രം അടിച്ചു നോക്കുന്നത്. ഇനി ഇയർ 2 എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഇൻട്രസ്റ്റ് ഇൻറ്റു 2 എന്നും കൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി 3 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 3 എന്നും കൂടി ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു മെത്തേഡ്. ഡയറക്റ്റ് കാൽക്കുലേറ്റർ എടുക്കുക, 5% അടിക്കുക. 300 കിട്ടുന്നുണ്ടോ? ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. 4% എടുക്കുക, 300 കിട്ടുന്നുണ്ടോ? ഇല്ല. അടുത്ത 6% അടിക്കുക, 300 കിട്ടുന്നുണ്ടോ? അങ്ങനെ നോക്കുക. ഓക്കെ അല്ലേ? ഇതാണ് ഒരു മെത്തേഡ്. അതല്ലാന്നുണ്ടെങ്കിൽ I = PRT. I = PRT എന്ന് പറഞ്ഞുള്ള ഇക്വേഷനിൽ കൊടുത്താൽ ആൻസർ കിട്ടും. I = PRT. I എന്ന് പറഞ്ഞാൽ 300 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. P എന്ന് പറയുന്നത് 5,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. R എന്ന് പറയുന്നത് I എന്ന് പറഞ്ഞാൽ 300 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. P എന്ന് പറഞ്ഞാൽ 5,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. R ആണ് കണ്ടുപിടിക്കാൻ പറ്റില്ല, കണ്ടുപിടിക്കാനുള്ളത് അതേപോലെ തന്നെ വെച്ചു. T എന്ന് പറഞ്ഞാൽ 1 ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3,000 = 5,000 R എന്ന് വരും. അല്ല, 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് തന്നെയല്ലേ കിട്ടാം. R ആണ് കാണേണ്ടത്. ഇത് ഇൻറ്റു 5,000 അല്ല, അത് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയില്ലേ. 300 / 5,000. ഓക്കെ അല്ലേ? 300 / 5,000 എന്ന് പറഞ്ഞാൽ 0.06 ആയിരിക്കും വരാം. നമ്മളോട് പെർസെന്റേജിലേക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇൻറ്റു 100 ചെയ്താൽ R = 6% എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് ഓരോ മെത്തേഡ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഒന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും കേട്ടോ. ഇനി അടുത്ത നാലാമത്തെ പറയുന്നത് പ്രിൻസിപ്പളും എമൗണ്ടും തന്നിട്ടുണ്ട്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് I will be. ഓക്കെ, I എന്താണ് വരാന്നാണ് നമ്മൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ് എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ചെയ്താൽ മതി. ഇൻട്രസ്റ്റ് എമൗണ്ട് തന്നിട്ടുണ്ട് 4,500. പ്രിൻസിപ്പൽ എമൗണ്ട് അല്ല, എമൗണ്ട് 7,200. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,200 മൈനസ് P എന്ന് പറയുന്നത് 4,500. ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇതിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ട് എത്രയാന്ന് കിട്ടും? 2,700. 2,700 ആണ് ഡി, ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് സ്പീഡിൽ വരട്ടെ, നിങ്ങൾക്ക് ബോറടിക്കും മെല്ലായി കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് P = 12,000, A = 16,500, T = 2.5 years. Rate percentage per annum simple interest will be. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? റേറ്റ് പെർസെന്റേജ് പെർ ആനം. ആണ് ചോദിച്ചിട്ടുള്ളത്. ആറിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് മെത്തേഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. I = PRT ആണ്. R ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ട് ഞാൻ ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്കുള്ള മെത്തേഡ് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് P എന്ന് പറഞ്ഞാൽ 12,000 ആണ്. A എന്ന് പറഞ്ഞാൽ 16,500 ആണ്. T എന്ന് പറഞ്ഞാൽ 2.5 ഇയർ ആണ്. നമുക്ക് റേറ്റ് ആണ് കിട്ടേണ്ടത്. പ്രിൻസിപ്പൾ ഓക്കെ, എമൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടില്ലല്ലോ. ഇൻട്രസ്റ്റ് എമൗണ്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? എമൗണ്ടിന്റെയും പ്രിൻസിപ്പളിന്റെയും ഡിഫറൻസ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് 16,500ന്റെയും അതേപോലെ തന്നെ 12,000 തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ മതി. ദാറ്റ് മീൻസ് 16,500 മൈനസ് 12,000 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുക്കുക. അപ്പോൾ 4,500 എന്ന് വരും. ഈ 4,500 ആണ് എന്ത് പറയുന്നത്? ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 4,500 ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത് റേറ്റ് ആണ് കാണാൻ പറ്റുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനെ എടുക്കാണ് 15% എന്നുള്ളത് എടുക്കാണ്. 15%, 12,000 അല്ലേ പ്രിൻസിപ്പൽ എമൗണ്ട്. 12,000 ഇൻറ്റു 15% ചെയ്താൽ 1 ഇയറിലേക്കുള്ള കിട്ടി. ദാറ്റ് മീൻസ് 1,800 എന്ന് പറയുന്നതാണ് 1 ഇയറിലേക്ക് വരുന്നത്. നമുക്കളോട് കാണാൻ പറഞ്ഞാൽ 2.5 ഇയർ അല്ല. അപ്പൊ ഇൻറ്റു 2.5 ചെയ്യാം. ഇൻറ്റു 2.5 ചെയ്യുന്ന സമയത്ത് 4,500 ഇൻട്രസ്റ്റ് 4,500 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് 12,000 കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 12,000 ഇൻറ്റു
12% കൊടുക്കുക. അപ്പോൾ 1440 എന്ന് കിട്ടും. ഇൻറ്റു 2.5 ഇയർ എന്നല്ല, ഇൻറ്റു 2.5 എന്ന് പറഞ്ഞാൽ 2.5 വർഷത്തേക്കുള്ള കിട്ടും. ദാറ്റ് മീൻസ് 3,600 എന്ന് കിട്ടും. 3,600 അല്ലല്ലോ നമ്മളെ ഇൻട്രസ്റ്റ് വരുന്നത് 4,500 അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ അല്ലേ? കൂടുതൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. കൺസെപ്റ്റ് വൈസ് പഠിച്ചു പോകുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്രിൻസിപ്പൽ ഈസിക്കൽ ടു 10,000, ഇൻട്രസ്റ്റ് ഈസിക്കൽ ടു 2,500, റേറ്റ് ഈസിക്കൽ ടു 12.5%, സിമ്പിൾ ഇൻട്രസ്റ്റ്, ദ നമ്പർ ഓഫ് ഇയേഴ്സ് ടി വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ഇയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഐ ഈസിക്കൽ ടു PRT എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഇല്ലേ, അതിൽ പിയും ആറും ഈക്വൽ ടു ഇങ്ങോട്ട് വന്നാൽ ടി കിട്ടും. ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഏത് മെത്തേഡിലൂടെ ചെയ്താലും ആൻസർ കിട്ടും. ഞാൻ ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പ്രിൻസിപ്പൽ 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻട്രസ്റ്റ് 2,500 എന്ന് പറഞ്ഞിട്ടുണ്ട്, പെർസെൻറ്റേജ് 12.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റർ എടുക്കുക, 10,000 എന്ന് കൊടുക്കുക, ഇൻറ്റു 12.5% എന്ന് കൊടുക്കുക. അപ്പൊ ഇത് 1 ഇയറിലേക്കുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. 12.5% കൊടുത്തപ്പോൾ 1 ഇയറിലേക്ക് 1,215 കിട്ടി. നമുക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 2,500 ആണ് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുകൊണ്ട് ഈ 1,215 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 1,875 എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 1.5 ഇയർ അല്ല. അടുത്തത് 1,250 കൊണ്ട് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2,500 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഇൻട്രസ്റ്റ് കിട്ടിയില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ടൈം ആണെന്നുണ്ടെങ്കിലും എന്ത് ചോദിച്ചാലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഓപ്ഷൻ എന്ന് ക്വസ്റ്റ്യനിലേക്ക് പോവാണ് ചെയ്യുന്നത്. അവര് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് നോക്കാം. എന്തായാലും പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ടാവും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ടൈമോ ആണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പിൾ എന്തായാലും തന്നിട്ടുണ്ടാവും. പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ടാവും. അപ്പൊ അവര് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ ഈ ഓപ്ഷനിലുള്ള ഓരോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ അവർ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇനി നമ്മളോട് ടൈം ആണ് ചോദിച്ചെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. റേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് 1 ഇയറിലേക്കുള്ളതായിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിലുള്ള ഓപ്ഷനിലുള്ള ഓരോന്ന് കൊടുക്കുക. ഇപ്പൊ 1.5 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ 1.5 ആണെന്നുണ്ടെങ്കിൽ 1.5 കൊടുക്കുക. പിന്നെ 2 ആണെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. പിന്നെ 3 ആണെന്നുണ്ടെങ്കിൽ 3 കൊടുക്കുക. ഓക്കെ അല്ലേ? ആദ്യം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവണം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇയറിലും കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ എമൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാ ഇയറിലേക്കും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കുക. അപ്പൊ ഇത്ര ഇയറിലേക്കുള്ളത് കിട്ടി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 2 ഇയറിലേക്ക്. അപ്പൊ 2 ഇയറിലേക്ക് കിട്ടുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് തന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിട്ട് കണക്ട് ആവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കണം കേട്ടോ. 3-4 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ 8,500 ആണ്. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,200 ആണ്. റേറ്റ് എന്ന് പറഞ്ഞാൽ 12.5%. സിമ്പിൾ ഇൻട്രസ്റ്റ് ടി വിൽ ബി. ആ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ എടുക്കുക. ടൈം ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് 8,500 എന്നല്ല പറഞ്ഞിട്ടുള്ളത്. 8,500 ഇൻറ്റു 12.5% എന്ന് കൊടുക്കാം. 8,500 ഇൻറ്റു 12.5% എന്ന് കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് 1,062.5 എന്ന് കിട്ടും. 8,500 ഇൻറ്റു 12.5%, 1,062.5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 1,062.5 ഇതാണ് 1 ഇയറിലേക്ക് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. 10,200 മൈനസ് 8,500 ചെയ്താൽ 1,700 എന്ന് കിട്ടും. 1,700 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. 1 ഇയറിൽ എത്ര കിട്ടുന്നത്? 1,062.5 ആണ്. അപ്പൊ എന്തായാലും 1 ഇയറിനേക്കാളും കൂടുതലാണ്. പിന്നെ അടുത്ത 1.5 ഇയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1,062.5 ഇൻറ്റു 1.5 ചെയ്യാം. 1.5 ചെയ്യുന്ന സമയത്ത്
1593.75 ആണ്. നമുക്ക് 1700 അല്ല വരുന്നത്, അപ്പോൾ 1.5 ഇയർ അല്ല വരുന്നത്. ഇനി അടുത്തത് 1 ഇയറും 7 മന്തും ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? 1062.5 ഇത് 1 ഇയറിലേക്കാണ്, ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു 7 ചെയ്താൽ 7 മന്തിലേക്കുള്ളത് കിട്ടി. ഡിവൈഡഡ് ബൈ 12 1062.5 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ 7 മന്തിലേക്കുള്ളത് കിട്ടി. അതിലേക്ക് എന്ത് ചെയ്യുക? വീണ്ടും ഇത് ആഡ് ചെയ്താൽ 1.7 1 ഇയർ ആൻഡ് 7 മന്തിലേക്കുള്ളത് കിട്ടും. 1 ഇയർ ആൻഡ് 7 മന്തിലേക്കുള്ളത് കിട്ടും. ഓക്കെ അല്ല? ഡയറക്റ്റ് എന്ത് ചെയ്യരുത്? ഡയറക്റ്റ് ഇൻറ്റു 1.5 എന്ന് കൊടുക്കരുത്. ഇത് ചെയ്യുന്ന സമയത്ത് 1700 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഡയറക്റ്റ് 1.7 കൊടുക്കരുതെന്ന് പറയാനുള്ള റീസൺ നമുക്ക് തന്നിട്ടുള്ള മന്താണ്. മന്ത് 12 മന്തിന്റെ ബേസിലല്ലേ വരുന്നത്. പക്ഷെ 1.7 എന്ന് പറയുമ്പോൾ 10ന്റെ ബേസിലല്ല, 10 വരെയല്ലേ ഉള്ളൂ പോകുള്ളൂ, 12ലേക്ക് പോകില്ലല്ലോ. അപ്പോൾ 1.7 എന്ന് പറയുന്നതും 1 ഇയർ ആൻഡ് 7 മന്ത് എന്ന് പറയുന്നതും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ 1 ഇയർ ആൻഡ് 6 മന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 1.5 എന്ന് എടുക്കാം. ഓക്കെ, 1.5 വർഷമാണല്ലോ. 1 ഇയർ ആൻഡ് 6 മന്ത് എന്ന് പറഞ്ഞാൽ 1.5 വർഷം. അപ്പോൾ അതുകൊണ്ട് 1.5 എന്നാണ് നമ്മളവിടെ എടുക്കുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 1 ഇയർ ആൻഡ് 7 മന്ത് എന്ന് പറയുമ്പോൾ ഒരിക്കലും 1.7 എടുക്കരുത്. അപ്പോൾ ആൻസർ തെറ്റും. ഓക്കെ അല്ലേ? ഇത് ഡിപ്രീസിയേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ 6 മന്തിലേക്ക് 7 മന്തിലേക്കാണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 12 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 7 മന്തിലേക്ക് കിട്ടും. ഡിവൈഡ് ബൈ 12 ഇൻറ്റു 3 ചെയ്താൽ 3 മന്തിലേക്ക് കിട്ടും. എത്ര മാസത്തേക്കാണ് പറയുന്നത് അത്രയും മാസത്തേക്ക് ചെയ്യാം. പിന്നെ 1 ഇയർ എന്ന് വേറെ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ 1 ഇയറിലേക്കുള്ള ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ആഡ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ദ സം റിക്വയർഡ് ടു ഏൺ എ മന്ത്ലി ഇൻട്രസ്റ്റ് ഓഫ് 1200 at 80% per annum സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ്. ഓക്കെ അല്ലേ? എനിക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ആയിട്ട് 1200 വേണം. ബാങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 80% പെർ ആനം ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ല? എത്ര രൂപ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും? സം റിക്വയർഡ് ടു ഏൺ എ മന്ത്ലി ഇൻട്രസ്റ്റ് ഓഫ് 1200 at 80% പെർ ആനം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യാം? നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 15,000 ഇൻറ്റു 80% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള കാര്യം കിട്ടി. ഇൻട്രസ്റ്റ് അവർ 1200 എന്ന് പറയുന്നുണ്ട്. പക്ഷെ 1200 എന്ന് പറയുന്നത് എന്താണ്? മന്ത്ലി ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. ഒന്നുകിൽ നമ്മൾ ഇത് എന്ത് ചെയ്യേണ്ടി വരും? ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അല്ല, നമുക്ക് ഈ കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഡിവൈഡ് ബൈ 12 വേണ്ടി വരും. അതൊക്കെ ഓരോരുത്തരെ കൺസെപ്റ്റ് വൈസ് പോകട്ടോ. ഞാൻ ഈ 1200 ഇൻറ്റു 12 ചെയ്യാണ്. ഇൻറ്റു 12 ചെയ്തപ്പോൾ 14,400. അപ്പോൾ ഇയർലി ഇൻട്രസ്റ്റ് എത്ര എനിക്ക് വേണ്ടത്? 14,400. വെറും മന്തിലേക്ക് എനിക്ക് ആവശ്യമുള്ളത് 1200 ആണെന്നുണ്ടെങ്കിൽ ഇയർലി എത്ര ആയിരിക്കും? 14,400. അപ്പം ഞാൻ 15,000 എടുത്തു, ഇൻറ്റു 80% കൊടുത്തു. അപ്പം 9,000 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല, 15,000 അല്ല. ഇനി അടുത്ത് 16,000 ചെയ്തൊക്കെ 16,000 ഇൻറ്റു 80% ചെയ്യാം. അപ്പോൾ 10,000 ആൻഡ് 800 എന്നാണ് വേണ്ടത്. എനിക്ക് വേണ്ടി എത്രയാണ്? 40,400 ആണ്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. ഇനി അടുത്ത ഓപ്ഷൻ സി, 18,000 ഇൻറ്റു 80%, 14,400. ക്ലിയർ ഈ എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ എത്ര ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി? 18,000 ആയിരിക്കും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. 80,000 ഞാൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 18% ഇൻട്രസ്റ്റ് പ്രകാരം എനിക്ക് മാസത്തിൽ 1,200 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഇയർലി അപ്പോൾ 14,400 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ, എ സം ഓഫ് മണി എമൗണ്ട് ടു 6,200 in 2 years, 6,200 in 2 years and 7,400 in 3 years. The simple interest and rate of interest are. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ള വേർഡേ പറഞ്ഞിട്ടില്ല, സിമ്പിൾ ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഏതാണെന്ന് അസ്യൂം ചെയ്യേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ദ സം മണി എമൗണ്ട് ടു 6,200 in 2 years. 2 വർഷം കൊണ്ട് എനിക്ക് എത്രയാണ് എൻ്റെ ബാങ്കിൽ ഉണ്ടായിരുന്നത്? എത്രയാണ്? 6,200 ആണ്. 3 വർഷമായപ്പോൾ അത് എത്ര ആയിട്ട് മാറി? 7,400 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറയുന്നത്. ഈ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? 2 വർഷത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 6,200 ആണ്. 3 വർഷത്തിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 7,400 ആണ്.
തന്നിട്ടുള്ള അടുത്തടുത്ത വർഷമല്ലേ, 3 വർഷം 2 വർഷം 3 വർഷം എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള വർഷമല്ലേ. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഇൻട്രസ്റ്റ് ആഡ് ചെയ്തപ്പോഴല്ലേ ഡിഫറൻസ് സംഭവിച്ചിട്ടുള്ളത്. ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇതിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 800 വരും, 1200 വരും, സോറി 1200 വരും, 1200 വരും, 1200. ഈ 1200 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. ആ ഇൻട്രസ്റ്റ് ആയിരിക്കും 1200 എന്ന് പറയുന്നത്. 1200 ആണ് ഇതിന്റെ ഇൻട്രസ്റ്റ്, അത് കിട്ടി. പിന്നെ അടുത്ത നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള പ്രിൻസിപ്പളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് അല്ല, പ്രിൻസിപ്പളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് 1200 ആണെന്നുള്ള കാര്യം കിട്ടി. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിന്റെ എൻഡിൽ എന്ന് പറഞ്ഞാൽ 6200 അല്ലേ. അപ്പൊ ഈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള 1200 2 പ്രാവശ്യം മൈനസ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടണം? പ്രിൻസിപ്പിൾ കിട്ടൂലേ, പ്രിൻസിപ്പിൾ കിട്ടൂലേ. അത് ഒരു മെത്തേഡ്. 2 പ്രാവശ്യം മൈനസ് ചെയ്താൽ 3800 എന്ന് വരും. മകളെ ഇതിൽ ആകെ ഓപ്ഷൻ എയിൽ മാത്രമേ 3800 വരുന്നുള്ളൂ. ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ല, ഇൻട്രസ്റ്റ് 1200 ആണെന്ന് പറയുന്നില്ല. അപ്പൊ കാൽക്കുലേറ്റർ എടുത്തിട്ട് 3800 ഇൻറ്റു 31.58% എന്ന് കൊടുക്കുക. അപ്പൊ 1200 എന്ന് ക്ലിയർ കിട്ടുന്നുണ്ട്. 3800 ഇൻറ്റു 31.58% എന്ന് പറയുമ്പോൾ 1200 ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ഇതിന് ശരിക്കും ഇതിന്റെ ഡയറക്റ്റ് മെത്തേഡ് വരുന്നത് ഫസ്റ്റത്തേനെ ഞാൻ ഇക്വേഷൻ 1 ആക്കിയിട്ട് എടുക്കണം, ഇതിന് ഇക്വേഷൻ 2 ആക്കിയിട്ട് എടുക്കണം. PRT ഈസ് ഈക്വൽ ടു 6200 എ പ്ലസ് PRT കേട്ടോ. എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എ പ്ലസ് അടുത്ത PRT എന്ന് പറയുന്നത് എത്രയാണ്? 7400. എന്നിട്ട് ഇതൊന്ന് ആറിന്റെ പിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ്. അതിന് പകരം ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 2ാമത്തെ വർഷത്തെയും 3ാമത്തെ വർഷത്തെയും തന്നിട്ടുള്ള അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടി. ആ ഇൻട്രസ്റ്റ് 1200 ആയിരുന്നു. ഈ 1200 2ാമത്തെ വർഷത്തിൽ 2 പ്രാവശ്യം മൈനസ് ചെയ്താൽ പ്രിൻസിപ്പൽ എമൗണ്ട് കിട്ടും 3800. അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഏത് ചെയ്യുമ്പോഴാണ് ഇൻട്രസ്റ്റ് 1200 കിട്ടുന്നത് നോക്കാം. 3800ലേക്ക് ഇൻറ്റു 31.58% ചെയ്തപ്പോൾ 1200 എന്ന് കിട്ടി. ഇൻറ്റു 3 ചെയ്തപ്പോൾ 3 വർഷത്തേക്കുള്ള കിട്ടി. പ്ലസ് 3800 ചെയ്യുമ്പോൾ 7400 എന്ന് കിട്ടും ചെയ്യും. ഇതൊരു കൺസെപ്റ്റ് വൈസ് ഒരു ലൂപ്പാണ്. നമ്മളതിങ്ങനെ കണക്ട് ചെയ്ത് വരണം. ഈ 3800ലേക്ക് 2 പ്രാവശ്യം ഇൻട്രസ്റ്റ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 6200 കിട്ടും. 3 വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 7400 കിട്ടും. ഓക്കെ അല്ലേ? ആരും ഉറങ്ങുന്നൊന്നുമില്ലല്ലോ അല്ലേ? A sum of money doubled itself in 10 years. The number of years it would triple itself is. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 10ാമത്തെ ക്വസ്റ്റ്യനിൽ അവർ പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. അവരാകെ പറയുന്നത് എന്താണ്? ഒരു എമൗണ്ട് ഡബിൾ ആവാൻ വേണ്ടി 10 വർഷം എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ ആവാൻ വേണ്ടി എത്ര വർഷം എടുക്കും? അതാണ് ചോദിക്കുന്നത്. ഡബിൾ ആവാൻ വേണ്ടിയിട്ട് 2 വർഷം എടുത്തു, അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കേണ്ടി വരും? പ്രിൻസിപ്പൽ എമൗണ്ട് ഒന്നും തന്നിട്ടില്ല. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് അസ്യൂം ചെയ്യാം. ഞാൻ പ്രിൻസിപ്പൾ 1000 ആണെന്ന് അസ്യൂം ചെയ്യാണ്. ഓക്കെ അല്ലേ? ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. അത് ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുത്തു? 200 ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുത്തു? 10 ഇയർ എടുത്തു. ഇതിൽ സ്പെസിഫൈ ചെയ്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാണ് അർത്ഥം. എനിക്കിത് ത്രിബിൾ ആവണം. ത്രിബിൾ ആവാൻ മീൻസ് 300 ആവണം. അപ്പൊ എനിക്ക് എത്ര വർഷം കൂടി വേണ്ടി വരും? 10 ഇയറും കൂടി വേണ്ടി വരും. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അല്ലല്ലോ. സിമ്പിൾ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്ലിയർ വീണ്ടും അതേ സമയം തന്നെ വേണ്ടി വരും. ഫിക്സഡ് എമൗണ്ട് എല്ലാം ആഡ് ആയി പോകുന്നത്. ഇതിലേക്ക് 100 കൂടി ആഡ് ആവാൻ വേണ്ടി 10 വർഷം എടുത്തു. അപ്പൊ ഈ 200ലേക്ക് വീണ്ടും 100 കൂടി ആഡ് ആവാൻ വേണ്ടി എത്ര വർഷം കൂടി എടുക്കും? 10 വർഷം കൂടി എടുക്കും. ടോട്ടൽ എത്ര വർഷം? 20 ഇയേഴ്സ്. സിമ്പിൾ അല്ലേ? ഇത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറയുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ മുന്നേ ഞാൻ എഴുതി തന്നിട്ടുള്ളതാണ്. പക്ഷെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കില്ല നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള
ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇക്വേഷൻസ് യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇക്വേഷൻസ് യൂസ് ചെയ്യാണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? A = P × 1 + R⁻n. ഇതായിരുന്നു ഇക്വേഷൻ വരുന്നുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, if P = 1000, R = 5% per annum, N = 4, what is amount and compound interest is? ഓക്കെ അല്ലെ? ഇതാണ് ക്വസ്റ്റ്യൻ. എമൗണ്ടും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യൻ സ്പെസിഫൈ ചെയ്തിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുള്ള കാര്യം. ഓക്കെ അല്ല? അപ്പൊ അതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എടുക്കാം. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമുക്ക് ഡയറക്റ്റ് പെർസെന്റേജ് അടിച്ചാൽ മതി. അപ്പോൾ 1 ഇയറിലേക്ക് കിട്ടും. 2 ഇയർ ആണെന്നുണ്ടെങ്കിൽ × 2 അല്ലെങ്കിൽ × 3 × 4 ചെയ്താൽ കിട്ടും. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ ഇൻട്രസ്റ്റ് ആഡ് ചെയ്തതിൽ പോലെ ഫസ്റ്റ് ഇയറത്തെ ഇൻട്രസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത വർഷം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ × 2 ചെയ്താൽ 2 വർഷത്തേക്ക് കിട്ടുന്നത് തെറ്റിപ്പോവും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ. അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്ററിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 10,000 ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിൽ 10,000 ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? ഈ 10,000 അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്ററിൽ കൊടുക്കാന്നുണ്ടെങ്കിൽ 10,000 കൊടുക്കാം. 10,000 കൊടുത്തിട്ട് പ്ലസ് 10% കൊടുക്കുക. പ്ലസ് 10% കൊടുക്കുമ്പോൾ ഡയറക്റ്റ് അതിന്റെ ഇൻട്രസ്റ്റ് ആഡ് ആയി 11,000 എന്നുള്ള കാര്യം കിട്ടി. ഓക്കെ അല്ലെ? ഡയറക്റ്റ് അത് ആഡ് ആയിട്ട് 11,000 കിട്ടി. വീണ്ടും പ്ലസ് 10% എന്ന് പറഞ്ഞാൽ 2 വർഷത്തേക്കുള്ള കിട്ടി. 12,100 കിട്ടി. ഓക്കെ അല്ല? ഡയറക്റ്റ് 2 വർഷത്തെ ഇൻട്രസ്റ്റ്. ഇനി വീണ്ടും 10% കൂടി ആഡ് ചെയ്താൽ 3 വർഷത്തെ കിട്ടി. 4 വർഷത്തെ വേണം. 4 പ്രാവശ്യം 10% ആഡ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഇല്ലാണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ 1000 ആണ് പറഞ്ഞിട്ടുള്ളത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5% ആണ്. N എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ നമ്മൾ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? എമൗണ്ട് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് കാൽക്കുലേറ്ററിൽ 1000 എന്ന് കൊടുക്കാം. പ്രിൻസിപ്പൾ എമൗണ്ട് ആയിട്ടുള്ള 1000 എന്ന് കൊടുക്കാം. 1000 എന്ന് കൊടുത്തതിന് ശേഷം പ്ലസ് 5%. 4 ഇയർ എന്നല്ല പറഞ്ഞു. അപ്പൊ 4 പ്രാവശ്യം 5% ആഡ് ചെയ്യാം. 4 N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 4 ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 പ്രാവശ്യം പ്ലസ് 5% പ്ലസ് 5% 4 പ്രാവശ്യം കൊടുക്കാം. ഓക്കെ, അപ്പൊ 1215.50 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഡയറക്റ്റ് ഓപ്ഷൻ എയിലുള്ള ഈ വാല്യൂ കിട്ടി അല്ലെ? ഡയറക്റ്റ് ഈ വാല്യൂ കിട്ടും. പക്ഷെ നമ്മളോട് അതിന്റെ കൂടെ എന്തും കൂടി ചോദിച്ചിട്ടുണ്ട്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ചെയ്താൽ കിട്ടുക എന്താണ്? എമൗണ്ട് ആണ് കിട്ടുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? എമൗണ്ട് ആണ് കിട്ടുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എമൗണ്ട് ഉണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടണം. പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താൽ പോരെ? പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയാണ്? 1000. ആ 1000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടി. ഇൻട്രസ്റ്റ് 215.5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്. ഡയറക്റ്റ് പ്ലസ് പെർസെന്റേജ് ചെയ്താൽ മതി. ഇക്വേഷനിലേക്ക് പോവേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1000 will become after 20 years at 5% per annum compound interest is. 20 ഇയേഴ്സിലേക്കാണ് പറയുന്നത്. 100 രൂപ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് 100 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് 20 എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് 5% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുക്കുക. 100 എന്ന് കൊടുക്കുക. പ്ലസ് 5% പ്ലസ് 5% പ്ലസ് 5% എത്ര പ്രാവശ്യം അടിക്കാം? 20 ടൈംസ് അടിക്കാം. ഓക്കെ അല്ലെ? 20 ടൈംസ് അടിക്കാം. 20 പ്രാവശ്യം സ്പീഡിൽ കാൽക്കുലേറ്ററിൽ സ്പീഡിൽ അടിച്ചാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. 20 ടൈംസ് അടിക്കുന്ന സമയത്ത് കാൽക്കുലേറ്ററിൽ സ്പീഡിൽ 1000 പ്ലസ് 5% പ്ലസ് 5% പ്ലസ് 5% പ്ലസ് 5% 20 ടൈംസ് അടിക്കുന്ന സമയത്ത് 165.33 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 165.33 ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അത് അതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്ന മൂന്നാമത്തെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആട്ടോ. അത് അടുത്ത ടോപ്പിക്കാണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം.
ഇനി അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ക്വസ്റ്റ്യൻ, എ മെഷീൻ ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20%. ഡിപ്രീസിയേഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ നമ്മൾ വേറെ തന്നെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ആ ഇക്വേഷൻ പറയുന്നുണ്ട് കേട്ടോ. എക്സസൈസിന്റെ അവിടെ ഇക്വേഷൻ പറയുന്നുണ്ട്. A is equal to P into 1 minus R raised to N. ഇതാണ് നമ്മൾ ഡിപ്രീസിയേഷന്റെ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ അല്ലേ? ഡിപ്രീസിയേഷനിൽ തന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിന്റെ സമയത്ത് മാത്രമേ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്യുള്ളൂ. സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഡിപ്രീസിയേഷൻ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണ് കേട്ടോ. WDV വരുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. സ്ട്രൈറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? A is equal to P into 1 minus R raised to N. ഇതിൽ A എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്രാപ്പ് വാല്യൂ ആണ് കേട്ടോ. സ്ക്രാപ്പ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ നമുക്കത് ഈ ഡിപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? അതിന്റെ സ്ക്രാപ്പ് വാല്യൂ അല്ല കിട്ടാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടുക? അതെല്ലാം കൂടി ഇൻട്രസ്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടാം. ഡിപ്രിസിയേഷന്റെ കേസിൽ എന്താ കിട്ടുക? നമുക്ക് ആ ഡിപ്രിസിയേഷൻ ഒക്കെ മൈനസ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് സ്ക്രാപ്പ് വാല്യൂനാണ് നമ്മൾ A എന്ന് പറയുന്നത്. P എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ്. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ് എന്നും പറയും കേട്ടോ. കോസ്റ്റ് ഓഫ് അസറ്റ് വാങ്ങിക്കാൻ നമുക്ക് എത്രയാണ്, അല്ലെങ്കിൽ അതിന്റെ പർച്ചേസ്, അതേപോലെ തന്നെ എന്തെങ്കിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവല്ലോ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവല്ലോ. അപ്പൊ ഫ്രൈറ്റ് അങ്ങനത്തെ ഡയറക്റ്റ് ആയിട്ട് ആ അസറ്റിലേക്ക് എന്തെങ്കിലും കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ P എടുക്കുക. ഓക്കെ അല്ലെ? പർച്ചേസ് കോസ്റ്റ് ആയിട്ട് എടുക്കുക. R എന്ന് പറഞ്ഞാല് ഡിപ്രീസിയേഷൻ റേറ്റ് കേട്ടോ. എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത്, അതിനാണ് R എന്ന് പറഞ്ഞിട്ട് എടുക്കുക. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര ഇയറിലേക്കാണോ നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നത് അതിനാണ് N എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഓക്കെ അല്ലേ? ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എ മെഷീൻ ഈസ് ഡിപ്രീസിയേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 20% ഓൺ എ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. ദ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ദ മെഷീൻ വാസ് 1 lakh. Original cost of the machine was 1 lakh and ultimate scrap value was 30,000. The effective life of the machine, number of years ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം? ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യാം, ഡിപ്രീസിയേഷന്റെ ഇക്വേഷൻ ആദ്യം തന്നെ A is equal to P into 1 minus R raised to N അല്ലെ? ഇതിൽ എന്റെ വാല്യൂ 30,000, സ്ക്രാപ്പ് വാല്യൂ 30,000 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. P എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റ് 1 lakh ആണെന്നുള്ള കാര്യം ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് ഡിപ്രീസിയേഷൻ റേറ്റ് പറയുന്നത് 20% ആണെന്നാണ് പറയുന്നത്. 20% ആണെന്നാണ് പറയുന്നത്. ഇൻറ്റു 20% എന്ന് പറഞ്ഞാല് 0.2 ആണ് എടുക്കുന്നത്. 20 എന്ന് പറഞ്ഞാൽ 0.2 ആണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? 20% എന്ന് പറഞ്ഞാൽ 0.2 ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആറിന്റെ വാല്യൂ എടുക്കുമ്പോൾ ഡെസിമൽ ഫോർമാറ്റിലാണ് എടുക്കുക. എന്ന് പറഞ്ഞാൽ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഈ 1 lakh എന്ന് പറയുന്നത് ഇൻറ്റു ആണ്. നമ്മൾ ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. 30,000 ഡിവൈഡഡ് ബൈ 1 lakh. 30,000 ഡിവൈഡ് ബൈ 1 lakh എന്നുള്ള ഡയറക്റ്റ് 0.3 എന്ന് എഴുതട്ടെ. 0.3 പിന്നെ ഈക്വൽ ടു ഇവിടെ ഉള്ളത് 1 minus 0.2 raised to n ആണ്. 1 minus 0.2 എന്ന് പറഞ്ഞാൽ 0.8 raised to n എന്നായി. ഓക്കെ അല്ലേ? ഇതിൽ ഇനി അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് കാൽക്കുലേറ്ററിൽ ലോഗ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ് ലോഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്താൽ മതി? 0.3 ഈക്വൽ ടു 0.8 ഇൻറ്റു 0.8 ഇൻറ്റു 0.8. എത്ര 0.8 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് 0.2 കിട്ടുന്നത് നോക്കാം. 0.3 ഇൻറ്റു 0.8 ഇൻറ്റു ഈക്വൽ ടു കൊടുക്കുക. മുകളിൽ 5 പ്രാവശ്യം കൊടുക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്? 0.3 വരുന്നത്. 5 പ്രാവശ്യം ഇൻറ്റു ഈക്വൽ ടു കൊടുക്കുന്ന സമയത്താണ് 0.3 വരുന്നത്.
പക്ഷെ നമ്മൾ ഓപ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഓപ്ഷനിൽ 5 കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 5.7 കൊടുത്തിട്ടുണ്ട്, 5.4 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ കിട്ടും? നമുക്ക് 5 പ്രാവശ്യം കൊടുക്കുന്നത് 0.3276 അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് ഏതാണ് ഇയർ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ സിറ്റുവേഷൻ ഇപ്പൊ ഡയറക്റ്റ് അവർ 5, 6 അങ്ങനത്തെ ഒരു ഡിഫറൻഷ്യൽ എമൗണ്ട് ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബേസിൽ എടുക്കാം. പക്ഷെ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ അവര് തന്നിട്ടുള്ള ഓപ്ഷൻസ് 4.5 ഉണ്ട്, 5.4 ഉണ്ട്, 5 ഉണ്ട്. നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ട് എല്ലാത്തിന്റെ കൂടെ അപ്രോക്സിമേറ്റ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ലോഗ് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത്. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ അല്ല, ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ അല്ലേ? ഇനി ലോഗ് യൂസ് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാ വെച്ചാൽ ലോഗ് 0.3 0.8 ഇത്രയും ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം ഓക്കെ അല്ലേ? രണ്ട് സൈഡിലും ലോഗ് ചെയ്യാം. ലോഗ് 0.3 ലോഗ് 0.8 ലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും നമ്പറിന്റെ മുകളിൽ പവർ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഈ മെത്തേഡ് നമ്മൾ ഇനി വരുന്ന വേറെയും കുറെ ക്വസ്റ്റ്യനിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നോക്കി മനസ്സിലാക്കി വെക്കട്ടോ. ലോഗ് 0.3 n ലോഗ് 0.8 എന്നായി. നമുക്ക് വേണ്ടത് എന്താണ്? n ആണ് ആവശ്യം. അപ്പൊ ലോഗ് 0.3 ഡിവൈഡഡ് ബൈ ലോഗ് 0.8. ഇത് ഇൻറ്റു അല്ലേ? n ഇൻറ്റു ലോഗ് 0.8 അല്ലേ? അപ്പൊ ഇത് ഈക്വൽ ടു കൊണ്ടുവരുമ്പോൾ ഡിവൈഡ് ബൈ ആവില്ലേ? അപ്പൊ n ഈക്വൽ ടു ലോഗ് 0.3 ഡിവൈഡഡ് ബൈ ലോഗ് 0.8. ലോഗ് 0.3 ഡിവൈഡ് ബൈ ലോഗ് 0.8 എങ്ങനെ കണ്ട? നമ്മളിൽ സയന്റിഫിക് കാൽക്കുലേറ്റർ ആണെന്ന് നമുക്ക് ഡയറക്റ്റ് അടിക്കായിരുന്നു. പക്ഷെ നമ്മൾ ഈ കാൽക്കുലേറ്ററിൽ ലോഗ് കാണാനുള്ള സിസ്റ്റം ഇല്ല, സിറ്റിംഗ്സ് ഇല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡിനോമിനേറ്റർ ഉള്ളത് എന്താണ്? 0.8 അല്ലേ? ഈ ഡിനോമിനേറ്റർ ഉള്ളത് 12 പ്രാവശ്യം റൂട്ട് അടിക്കാം. ഫസ്റ്റ് 0.8 എന്ന് കാൽക്കുലേറ്ററിൽ കൊടുക്കുക, 12 പ്രാവശ്യം റൂട്ട് അടിക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 12 പ്രാവശ്യം റൂട്ട് അടിക്കാം. അപ്പൊ 0.9999 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടും, നമ്പർ കിട്ടും. അതിന് -1 ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു വാല്യൂ കിട്ടും. അത് M+ അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. അതിന് മുന്നേ മെമ്മറി ക്ലിയർ ചെയ്യണം കേട്ടോ. MRC അടിച്ചിട്ട് മെമ്മറി ക്ലിയർ ചെയ്ത് വെക്കണേ. M+ അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനുശേഷം 0.3 എടുക്കുക, 0.3 എടുക്കുക. 0.8 12 പ്രാവശ്യം അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്യണേ. 1 2 3 4 5 6 7 8 9 10 11 12 -1 ചെയ്യുക. M+ അടിക്കുക, മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കുക. അതതിന്റെ 0.3 അടിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 ഇത് 12 പ്രാവശ്യം റൂട്ട് അടിക്കുക. -1 ചെയ്യുക. -1 ചെയ്യുക. ആ വാല്യൂ കിട്ടും. ഇതിന്റെ വാല്യൂ കിട്ടുമല്ലോ. ഈ വാല്യൂ കൊണ്ട് ഇതിന്റെ ആൻസർ കിട്ടും. ആ ആൻസർ കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ MRC എന്ന് പറഞ്ഞാൽ നേരത്തെ സേവ് ചെയ്ത് വെച്ചത്. ഡിവൈഡ് ബൈ MRC എന്ന് കൊടുക്കുക. അപ്പൊ ഡയറക്റ്റ് 5.3948 എന്ന് കിട്ടും. ഓക്കെ, 5.3948 എന്ന് കിട്ടും. നമ്മളെ ക്വസ്റ്റ്യനിൽ ഒറ്റ ഡെസിമൽ അല്ലേ ഉള്ളൂ, 5 കഴിഞ്ഞിട്ട് ഒറ്റ ഡെസിമൽ അല്ലേ ഉള്ളൂ. 5 കഴിഞ്ഞിട്ട് ഒറ്റ ഡെസിമൽ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. 5.3 എടുക്കാൻ പറ്റില്ല, നമ്മൾ റൗണ്ട് ഓഫ് ചെയ്തിട്ടേ എടുക്കാൻ പാടുള്ളൂ. ഏത് ഡെസിമൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് 9 അല്ലേ, മോർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? റൗണ്ട് ഓഫ് ചെയ്തിട്ട് 4 എന്നാവും. ഓക്കെ അല്ലെ? 5-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 5.4 എന്നാവും. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് ഒന്ന് വിശ്വസിക്കുന്നു. ആ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് എന്ത് ചെയ്യാ? ഡിപ്രീസിയേഷൻ ആണെന്നുണ്ടെങ്കിൽ A = P × 1 - R⁻n എന്നാണ് എടുക്കുക. അതിൽ A എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്, P എന്ന് പറയുന്നത് പർച്ചേസ് കോസ്റ്റ് ആണ്, R എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ റേറ്റ് ആണ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നോർമലി ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ പർച്ചേസ് കോസ്റ്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക എക്സാമുകളിൽ കേട്ടോ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ലൈഫാണ്, എഫക്റ്റീവ് ലൈഫാണ് ചോദിച്ചിട്ടുള്ളത്. എഫക്റ്റീവ് ലൈഫ് ചോദിക്കുന്ന സമയത്ത് N ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ ഈക്വൽ ടു അങ്ങോട്ടും ഉണ്ടാവുക. ഇതിപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഈക്വൽ ടു കൊടുത്തിട്ട് എത്രാമത്തെ പ്രാവശ്യമാണോ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ 0.8 ആണെന്നുണ്ടെങ്കിൽ 0.8 ഇൻറ്റു ഈക്വൽ ടു കൊടുത്തിട്ട് എത്രാമത്തെ പ്രാവശ്യമാണ് 0.3 കിട്ടുന്നത് നോക്കാം. ഓക്കെ അല്ലേ?
ഇതിൽ ഓപ്ഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നു, ലോഗ് എടുക്കേണ്ടി വന്നു. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ആന്യൂറ്റി എന്ന് പേരുള്ള ചാപ്റ്ററിലേക്ക് പോകുന്ന ടോപ്പിക്കിലേക്ക് പോകുന്ന സമയത്ത് അവിടെയും ഈ ലോഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഈ നമ്പർ ഓഫ് ഇയേഴ്സ് കാണേണ്ട സമയത്ത് ലോഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ആ സംഭവം മനസ്സിലാക്കി വെക്കട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇഫ് എ ഈസ് ഇക്വൽ ടു 1000, n is equal to 2 years, r is equal to 6% per annum, compound interest payable half yearly, then principal is. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക. അതിൽ കൊടുത്തിട്ടുള്ള ഓരോ വേർഡ്സും എന്താണെന്ന് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കുക. എന്തിനാണ് അവർ ഓരോ വേർഡ്സും കൊടുത്തിട്ടുള്ളത് നോക്കാം. ലോജിക്കൽ റീസണിങ് എക്സെപ്റ്റഡ് ആട്ടോ. അതിൽ ചിലപ്പോൾ അവർ ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് കൊടുത്തെന്നിരിക്കും. അത് ലീവ്. അതല്ല മാത്സോ സ്റ്റാറ്റിസ്റ്റിക്സോ ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഓരോ വേർഡ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. വെറുതെ അവരൊരു വേർഡും കൊടുക്കില്ല. അപ്പൊ അതെന്താണെന്ന് ഓരോന്ന് മനസ്സിലാക്കട്ടോ. ഇതിൽ അവർ ഏതാണ് എമൗണ്ട് തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട്, r തന്നിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ അല്ല? അപ്പൊ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നെ എടുക്കണം. പേയബിൾ ഹാഫ് ഇയർലി ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മളോട് കാണാൻ പറ്റുള്ള പ്രിൻസിപ്പിൾ ആണ്. ഇക്വേഷൻസ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക. എ ഈസ് ഇക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ആർ റേസ് ടു n. ഈ പി ഒഴികെ ബാക്കി ഈക്വൾട്ടിന്റെ അപ്പുറത്തുള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എ ഡിവൈഡഡ് ബൈ ഇത് ഇൻറ്റു ആണ് ഈക്വൾട്ടിൽ വരുമ്പോൾ എ ഡിവൈഡ് ബൈ 1 പ്ലസ് ആർ റേസ് ടു n. അപ്പൊ പിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ? ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്ഷൻ എ വരുന്നത് 8,888.5 ആണ്. 888.5 ആണ് വരുന്നത്. എങ്ങനെ നമ്മൾ ഓപ്ഷൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം? ഇതാണ് പ്രിൻസിപ്പൾ എന്നുണ്ടെങ്കിൽ 6% എന്നല്ല പറയുന്നത്. 2 പ്രാവശ്യം 6% അടിച്ചാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 2 എന്ന് പറഞ്ഞു. അപ്പൊ 2 പ്രാവശ്യം 6% അടിച്ചാൽ 1000 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. 888.5 കൊടുക്കാം പ്ലസ് 6% പ്ലസ് 6%. 2 പ്രാവശ്യം കൊടുക്കാം. കൊടുക്കുന്ന സമയത്ത് 998.3186. ഓൾമോസ്റ്റ് ആ 1000നോട് സിമിലർ ആയിട്ടുള്ള നമ്പർ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്. 1000നോട് അടുത്തുള്ള നമ്പർ അല്ലേ 88.5 പ്ലസ് 6% പ്ലസ് 6%. 1000നോട് അടുത്തുള്ള നമ്പർ തന്നെയല്ലേ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? 1000നോട് സിമിലർ ആയിട്ടുള്ള നമ്പർ തന്നെ കിട്ടിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഓപ്ഷൻ എ എന്നാണ് കറക്റ്റ്. 8085 പ്ലസ് 6% പ്ലസ് 6% എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറവായിട്ടുള്ള നമ്പറേ കിട്ടുള്ളൂ. 800 എന്തായാലും ആവില്ല. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഈ മെത്തേഡിൽ ചെയ്താലും ആൻസർ കിട്ടും. ആൻസർ ഇതന്നായിരിക്കും കിട്ടുക. 9,998.3186 എന്നുള്ള വാല്യൂ എന്നായിരിക്കും ഈ സ്റ്റെപ്പ് ചെയ്താലും കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? ഇനി അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ് എവറി ഇയർ ബൈ 2% ഓഫ് ദ പോപ്പുലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദാറ്റ് ഇയർ. ദ നമ്പർ ഓഫ് ഇയേഴ്സ് ബൈ വിച്ച് ദ ടോട്ടൽ ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ ബി 40%. ഇവിടെ ഈ പോപ്പുലേഷന്റെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇതിൽ സ്പെസിഫൈ ചെയ്തിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. എന്താണോ സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണെന്ന് പറയുന്നില്ല. പക്ഷെ പോപ്പുലേഷന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പോപ്പുലേഷന്റെ വന്നിട്ടുള്ളത്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇയറിലും കോൺസ്റ്റന്റ് ആണ്. അല്ല, ഒരു വർഷം ബർത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ എന്ത് ചെയ്യും, റീപ്രൊഡക്ഷൻ സംഭവിച്ച് വീണ്ടും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുക അല്ലെ. ഇൻട്രസ്റ്റ് പോലെ ഓരോരുത്തർ ബർത്ത് സംഭവിക്കുന്ന ആ ബർത്ത് സംഭവിച്ചത് തന്നെയാണ് വീണ്ടും റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് പിന്നെ അടുത്ത് ബർത്ത് സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അത് എന്തിന്റെ ബേസിലാണ് ഈ പോപ്പുലേഷൻ വരുന്നത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ബേസിലാണ് പോപ്പുലേഷൻ വരുന്നത്. ദാറ്റ് മീൻസ് പോപ്പുലേഷന്റെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. പോപ്പുലേഷൻ ബേസിലാണെന്നുണ്ടെങ്കിൽ എന്താ എടുക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഡിപ്രീസിയേഷനിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഞാൻ പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ആണ് എടുക്കാൻ. a × 1 - r റേസ് ടു n. ഡിപ്രീസിയേഷന്റെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ട് എന്താന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്നാണ്. ഓക്കെ അല്ലേ? ഇവിടെ പോപ്പുലേഷൻ എന്നാണ് പറയുന്നത്. പോപ്പുലേഷനിൽ ഓരോ വർഷവും 2% ഇൻക്രീസ് ആയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 40% ഇൻക്രീസ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിൻസിപ്പിൾ എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ 1000 എടുത്തു. ഓക്കെ അല്ലെ? 1000 എടുത്തു.
ഓരോ വർഷം 2% വെച്ചിട്ടാണ് ഇൻക്രീസ് ആവുന്നത്. എനിക്ക് 40% ഇൻക്രീസ് ആവണം. 40% ഇൻക്രീസ് ആവാൻ മീൻസ് 1040 വരും. ഓക്കെ അല്ലേ? 140 വരും. എനിക്ക് ടോട്ടൽ എത്ര ആണ്? 140 ആണ്. ഈ 1000 ഉള്ളത് 140 ആണ്. ഓരോ വർഷം 2% വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് 100 ആണെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാർ വെച്ചിട്ടാണ് ഇൻക്രീസ് ആണ്. 140 ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണ്ടി വരും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ അല്ലേ? 140 ആവണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണ്ടി വരും? ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? 1000 പ്ലസ് 2% പ്ലസ് 2% പ്ലസ് 2% അടിക്കാം. അപ്പൊ എത്ര പ്രാവശ്യം പ്ലസ് 2% അടിക്കുന്ന സമയത്താണ് 140 കിട്ടുന്നത് നോക്കിയാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. 17 പ്രാവശ്യം പ്ലസ് 2% അടിക്കുന്ന സമയത്താണ് എന്ത് വരുന്നത്? 140 വരുന്നത്. ഓക്കെ അല്ലേ? 14 പ്രാവശ്യം പ്ലസ് 2% പ്ലസ് 2% പ്ലസ് 2% അടിക്കുമ്പോഴാണ് 140 വരുന്നത്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് എങ്ങനെ വരാം? ഇക്വേഷൻ വെച്ച് ചെയ്യുന്ന സമയത്ത് A = P × 1 + R⁻n അല്ലേ? A എന്ന് പറഞ്ഞാൽ 140 ആവണം എന്നാണ് പറയുന്നത്. എമൗണ്ട് 140 ആവണം. പ്രിൻസിപ്പൾ 1000 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് 1 + റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നെ? 0.2%. അപ്പോൾ 0.02⁻n ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ 100 = ഇങ്ങോട്ട് പോകുമ്പോൾ 1.4 = 1.02⁻n എന്നാവും അല്ലേ? ഇനി 1.02 × അടിച്ചു പോകുമ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് 1.4 വരുന്നത് നോക്കിയാൽ മതി. ഇതിൽ ഓരോ ഓപ്ഷൻസും നല്ല ഡിഫറൻസ്. ഒന്ന് 7, ഒന്ന് 10, ഒന്ന് 17 ആണ്. × വരുമ്പോൾ 17ാമത്തെ പ്രാവശ്യമാണ് 1.4 വരാം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ഇതിന്റെ ഓപ്ഷൻസ് തമ്മിൽ നല്ല ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലോഗ് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി അവർ ബ്രാക്കറ്റിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻ സി തന്നെ എടുക്കാം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് സർട്ടൻ സം ഓഫ് മണി ഇൻവെസ്റ്റർ ഫോർ 3 years at 6% per annum is 110.16. The principal is. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിന്റെ മെത്തേഡ് വരുന്നത് ഫസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ വരുന്നത് എന്താ? I = PRT അല്ലേ? ഈ ഇക്വേഷൻ ഉണ്ടാക്കുക. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഇൻട്രസ്റ്റ് ആണുള്ള ഇക്വേഷന് എമൗണ്ട് മൈനസ് അല്ലെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യേണ്ടി വരും? പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യേണ്ടി വരും. ഐ മീൻ ഫസ്റ്റ് നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. P × 1 + R⁻n എന്നിട്ട് എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്താലാണ് നമുക്ക് I കിട്ടുക. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് ഇല്ലേ? ഇതിന് ഇക്വേഷൻ നമ്പർ 1ഉം അതേപോലെ തന്നെ ഇതിന് ഇക്വേഷൻ നമ്പർ 2 ആക്കാം. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക A ആണ്. A എന്ന് പ്രിൻസിപ്പൾ മൈനസ് ചെയ്താലാണ് ഇൻട്രസ്റ്റ് കിട്ടുക. ഓക്കെ അല്ലേ? ഇത് ഇക്വേഷൻ 1 ഇത് ഇക്വേഷൻ 2 ആക്കി കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് ആകെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ എത്ര കിട്ടുക? 1 മിനിറ്റും 18 സെക്കൻഡ്സും ആണ് കിട്ടുക. ക്വസ്റ്റ്യൻ വായിക്കാനും ആൻസർ ചെയ്യാനും OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാനും. അപ്പൊ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാനും അത്രത്തോളം സമയം ഉണ്ടാവില്ല. അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ ആ ഇക്വേഷന് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ നമ്മളിത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം കേട്ടോ. PI². 2 വർഷത്തേക്കാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ PI² ആണ് ചെയ്യുക. ഇക്വേഷൻ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് പഠിക്കണം. അടുത്തൊരു ഇക്വേഷൻ ആണ് സിമ്പിൾ. ഇപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ചോദിക്കുന്ന സിറ്റുവേഷനിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. ഇപ്പൊ 2 ഇയറിലേക്കാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് 2 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? PI² ആയിരിക്കും. ഇനി 3 വർഷത്തേക്കാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിലോ ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് = PI² × 3 + I ആണ്. ഇത് ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. 3 + I ആണ്. ഇത് ചെയ്താലായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. ഓക്കെ അല്ലെ? ഇനി നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ എന്താ എത്ര വർഷത്തേക്കാണ് ചോദിച്ചിട്ടുള്ളത്? 3 ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? PI² × 3 + I എന്നുള്ള ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലെ? PI² × 3 + I. ഇതിൽ നമ്മളോട് പ്രിൻസിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്നാണ് കൊടുത്തിട്ട് Pന്റെ വാല്യൂ ചോദിച്ചിട്ട് ബാക്കി എല്ലാത്തിന്റെയും വാല്യൂസ് കൊടുത്തിട്ട് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ?
ഈ ഇക്വേഷനിൽ ഞാൻ ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ. 110.16 ഇൻട്രസ്റ്റ് അല്ല, ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഡിഫറൻസ് ആട്ടോ ഇവിടെ വരാം, ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് കേട്ടോ. ഡിഫറൻസ് ഓഫ് ഇൻട്രസ്റ്റ് അവർ തന്നിട്ടുണ്ട് 110.16 ആണ്. ഈസിക്വൽ ടു പി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പി അതേപോലെ തന്നെ അവിടെ വെച്ചു. ഐ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ തന്നെ ആട്ടോ. ഐ എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറയുന്നതും ഐ എന്ന് പറഞ്ഞാലും ഈക്വൽ ആട്ടോ. ആർ എന്ന് പറഞ്ഞാലും ഐ എന്ന് പറഞ്ഞാലും ഈക്വൽ തന്നെയാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര വരുന്നത്? 6%. 6% എന്ന് പറഞ്ഞാൽ 0.06 എന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. ആറാണെന്ന് നമ്മൾ ഡെസിമൽ അല്ല എടുക്കാം. സ്ക്വയർ ഇൻറ്റു 3 + 0.06 എന്ന് വരും. ഓക്കെ അല്ലെ. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുക്കാം. കാൽക്കുലേറ്ററിൽ ഞാൻ ആദ്യം 3.06 3 + 0.06 എന്ന് പറഞ്ഞാൽ 3.06 ഇൻറ്റു 0.06 ഇൻറ്റു 0.06. ഓക്കെ അല്ലെ. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുക്കുന്ന സമയത്ത് 0.011016 എന്ന് വരും. ഞാൻ മെമ്മറിയിൽ M+ അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. ഇത് ഞാൻ M+ അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. ബിക്കോസ് ഇത് P ഇൻറ്റു ആണ്. എനിക്ക് Pന്റെ വാല്യൂ വേണ്ടിയത് ഞാൻ ഈക്വൽ ടു ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയത്. ഈ വാല്യൂ കൊണ്ട് ഇത് ഞാൻ ഡിവൈഡ് ചെയ്യണം. അല്ലാതെ ഞാൻ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. ഈ വാല്യൂ അല്ലെങ്കിൽ P ആണ് വേണ്ടത്. അപ്പൊ ഇത് ഇൻറ്റു ആണ്. ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 110 ഡിവൈഡ് ബൈ ഈ വാല്യൂ എനിക്ക് ഇനി തിരിച്ച് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ മെമ്മറിയിൽ M+ അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്ത് വെച്ചു. എന്നിട്ട് 110.16 ഡിവൈഡഡ് ബൈ നേരത്തെ ആ വാല്യൂ വേണ്ടേ ഡിവൈഡ് ബൈ MRC അടിച്ചു. അപ്പൊ ആ വാല്യൂ എനിക്ക് തിരിച്ചു കിട്ടി. ദാറ്റ് മീൻസ് P = 10,000 എന്ന് കിട്ടി. ഓക്കെ അല്ല. ഡയറക്റ്റ് P = 10,000 വിത്തിൻ 1 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അല്ലാണ്ട് ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാമുകളിൽ ആൻസർ കണ്ടുപിടിക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കണേ. എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഈ 2 ഇക്വേഷൻസ്. ഓക്കെ അല്ലേ. അത് കഴിഞ്ഞിട്ട് എട്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് the useful life of a machine is estimated to be 10 years and cost 10,000. Rate of depreciation is 10% per annum. The scrap value at the end of the life. Scrap value ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ ഡിപ്രീസിയേഷൻ ഇക്വേഷൻ വരുന്നത് A = P × 1 - R⁻n ആണ്. A = P × 1 - R⁻n ആണ്. A എന്ന് പറഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ അല്ല. അപ്പൊ A എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്ക്രാപ്പ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. P എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റ് ആണ്. പർച്ചേസ് കോസ്റ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുള്ളത് 10,000. 1 - ഡിപ്രീസിയേഷൻ. R എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ റേറ്റ് 10% ആണ്. അപ്പൊ 0.1 എടുക്കാം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കുക. ഡയറക്റ്റ് ആൻസർ കിട്ടും. ഡയറക്റ്റ് കാൽക്കുലേറ്റർ കൊടുക്കുക. 10,000 ഇൻറ്റു 0.9 എന്ന് പറയും. 1 - 0.1 എന്ന് പറഞ്ഞാൽ 0.9 വരും. 0.9 ഇൻറ്റു ഈക്വൽ ടു മുകളിൽ 11 വരുന്ന വരെ ഈക്വൽ ടു കൊടുക്കാം. കാൽക്കുലേറ്ററിന്റെ മുകളിൽ ഇവിടെ 11 വരുന്ന വരെ ഈക്വൽ ടു കൊടുക്കുക. മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ല. മുന്നത്തെ ചാപ്റ്റർ പറഞ്ഞിട്ടുള്ള പോലെ മുകളിൽ 11 വരുന്ന വരെ ഈക്വൽ ടു കൊടുക്കുക. ഇൻറ്റു 10,000 എന്ന് കൊടുത്താൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. 10,000 കൊടുക്കുന്ന സമയത്ത് ഓപ്ഷൻ എ 3,486.78 എന്ന് കിട്ടും. ഓപ്ഷൻ എ. പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട്. നോക്കി ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി ആൻസർ കിട്ടും. സ്ക്രാപ്പ് വാല്യൂന്റെ ഡിപ്രീസിയേഷന്റെ ചോദിക്കുന്ന സമയത്ത്. ഓക്കെ. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ആ ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. The compound interest on 16,000 for 1.5 year at 10% per annum payable half yearly is. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തൊരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. 16,000 ആണെന്ന് പറയുന്നുണ്ട്. 1.5 year ആണെന്ന് പറയുന്നുണ്ട്. 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് ഇയർലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നല്ല വൃത്തിക്ക് വായിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റർ എടുക്കുക. 16,000 അല്ലേ വരുന്നത്. 1.5 ഇയർ എന്നാണ് പറയുന്നത്. 1.5 വർഷത്തേക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. 1.5 വർഷത്തേക്ക് എന്ന് പറയുന്ന സമയത്ത് 10% കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഫസ്റ്റ് 16,000 എന്ന് കൊടുക്കുക പ്ലസ് 10%.
അപ്പോൾ 1 ഇയറിലേക്കുള്ള കിട്ടി. 1.5 ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. 1.5 ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ഇയറിലേക്കുള്ള കിട്ടി. അത് എം പ്ലസ് അടിച്ച് മെമ്മറിയിൽ സേവ് ചെയ്തേക്കാം. വീണ്ടും ഞാൻ 10% കൂടെ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യുക, 2 വർഷത്തേക്കുള്ളതാണ് കിട്ടുക. അപ്പം എനിക്ക് 1.5 ഇയറിലേക്ക് ആവശ്യമുള്ളൂ. അങ്ങനെ ഇരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ചെയ്യുക, എം പ്ലസ് അടിച്ചിട്ട് മെമ്മറിയിൽ സേവ് ചെയ്ത് വെക്കാം. ഇത് 2ാമത്തെ വർഷത്തിന്റെ എൻഡിൽ എൻ്റെ അക്കൗണ്ടിലുള്ള എമൗണ്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് 17,600 എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എനിക്ക് ഹാഫ് ഇയറിലേക്കും കൂടി ഉള്ളതാണ് വേണ്ടത് അല്ലേ. ഹാഫ് ഇയറിലേക്കും ഉള്ള ഇത് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇൻറ്റു 10% എന്ന് പറഞ്ഞാൽ 1 ഇയറിലേക്ക് കിട്ടി, ഡിവൈഡ് ബൈ 2 ചെയ്താൽ ഹാഫ് ഇയറിലേക്കുള്ള കിട്ടി. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഹാഫ് ഇയർലി പേയബിൾ ഹാഫ് ഇയർലി എന്നുള്ളൊരു പോയിന്റ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം, ആ ബാങ്കിൽ അല്ലെങ്കിൽ ആ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സ്കീം പ്രകാരം ഹാഫ് ഇയർലി ഓരോ ഹാഫ് ഇയർ കൂടുന്ന സമയത്താണ് ഇൻട്രസ്റ്റ് ക്യുമുലേറ്റ് ആവുന്നത്. 1.5 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ്ലി എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും, 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. എഫക്റ്റീവ്ലി 3 പ്രാവശ്യം ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. 3 പ്രാവശ്യമായിരിക്കും ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരിക, 16,000 മുകളിൽ 10%, 3 പ്രാവശ്യം പ്ലസ് 10% പ്ലസ് 10% പ്ലസ് 10% എന്ന് കൊടുക്കണം. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഹാഫ് ഇയർലി എന്നാണ് പറയുന്നത്. അപ്പോൾ 3 പ്രാവശ്യം 10% പ്ലസ് 10% പ്ലസ് 10% എന്ന് കൊടുക്കണം. 16,000 പ്ലസ് 10% പ്ലസ് 10% പ്ലസ് 10%. ഓക്കെ അല്ലേ. ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, എനിക്ക് എമൗണ്ട് പ്ലസ് പ്രിൻസിപ്പിൾ ആണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഈ പ്ലസ് 10% പ്ലസ് 10% 3 പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് എമൗണ്ട് പ്രിൻസിപ്പിൾ പ്ലസ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, മൈനസ് 16,000 ആ പ്രിൻസിപ്പൽ എമൗണ്ട് മൈനസ് ചെയ്യണം. ഓക്കെ അല്ലേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, 3 പ്രാവശ്യം 16,000 എടുക്കുക, പ്ലസ് 10% പ്ലസ് 10% പ്ലസ് 10% മൈനസ് 16,000 5,296 എന്നാണ് വരാം. അത് ഓപ്ഷനിൽ ഒന്നുമില്ല. അപ്പൊ ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ് ആണ് ആൻസർ വരാം. ഓക്കെ അല്ല. 16,000 പ്രകാരം 1.5 വർഷത്തേക്ക് 10% പെർ ആനം പേയബിൾ ഹാഫ് ഇയർലി എന്നാണ് പറയുന്നത്. ഇനി അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 40,000 അറ്റ് 10% പെർ ആനം ഫോർ 1 ഇയർ വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ക്വാർട്ടർലി. എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 40,000 അറ്റ് 10% പെർ ആനം ഫോർ 1 ഇയർ വെൻ ദ ഇൻട്രസ്റ്റ് ഈസ് പേയബിൾ ക്വാർട്ടർലി. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്, പ്രിൻസിപ്പൽ എമൗണ്ട് 14,000 ആണെന്ന് പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് 10% ആണെന്ന് പറയുന്നുണ്ട്, 1 ഇയറിലേക്കാന്ന് പറയുന്നുണ്ട്, ക്വാർട്ടർലി ആണെന്ന് പറയുന്നുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള CI എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യാം, ഇത് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് തന്നെയാണ്. 40,000 മുകളിൽ 1 ഇയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം പെർസെൻറ്റേജ് ആഡ് ചെയ്താൽ വരും പോരാ. ക്വാർട്ടർലി പേയബിൾ ക്വാർട്ടർലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ഇയർലി എത്ര ക്വാർട്ടർ വരുന്നുണ്ട്, 4 ക്വാർട്ടർ വരുന്നത്. അപ്പൊ 4 പ്രാവശ്യം നമ്മൾ പെർസെൻറ്റേജ് ആഡ് ചെയ്യേണ്ടി വരും. അവിടെ 10% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പെർസെൻറ്റേജ് കൂടെ പെർ ആനം എന്നാണ് പറയുന്നത്. പെർസെൻറ്റേജിന് കൂടെ പെർ ആനം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്വാർട്ടർലി അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിട്ടുള്ള പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 4, ദാറ്റ് മീൻസ് 2.5 ആണ് എടുക്കേണ്ടത്. ഈ 10% എന്ന് പറഞ്ഞാൽ പെർ ആനം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് ഡിവൈഡ് ബൈ 4 ചെയ്തിട്ട് 2.5 ആണ് എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് 14,000 പ്ലസ് 2.5% പെർസെൻറ്റേജ് കൊടുക്കണം. പെർസെൻറ്റേജിന്റെ ബട്ടൺ കൊടുക്കണം, വെറുതെ 2.5 കൊടുക്കരുത്. പ്ലസ് 2.5% പ്ലസ് 2.5% പ്ലസ് 2.5%. 4 പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക, എമൗണ്ട് ആണ് കിട്ടുക. നമ്മളോട് ചോദിച്ചുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മൈനസ് 40,000 ചെയ്യണം. മൈനസ് 40,000 ചെയ്യുമ്പോൾ 4,152.51. ദാറ്റ് മീൻസ് ഓപ്ഷൻ സി എന്ന് വരും. ഓക്കെ അല്ലേ. ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ. ഇനി അതേപോലെ തന്നെ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെയും പെർ ആനം എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് എത്ര ആണ് എടുക്കാൻ, 5 ഹാഫ് ഇയർലി എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഹാഫ് ഇയർലി എന്ന് പറയുന്ന സമയത്ത് 16,000 പ്ലസ് 5% പ്ലസ് 5% പ്ലസ് 5% ആണ് എടുക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് 5% പ്ലസ് 5% പ്ലസ് 5% എന്ന് എടുക്കണേ.
16,000 plus 5% plus 5% plus 5%. 18,522 എന്നാണ് വരാം. നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ്. അതിന് 16,000 ആയിട്ടുള്ള പ്രിൻസിപ്പൾ മൈനസ് ചെയ്യുന്ന സമയത്ത് 2,522 ഓപ്ഷൻ ബി എന്ന് വരും. ഓക്കെ അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി എന്ന് പറഞ്ഞിട്ട് തരുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് എന്നിന്റെ വാല്യൂ ചേഞ്ച് ആവും. ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ 1.5 എന്ന് പറയുന്ന സമയത്ത് 3 പ്രാവശ്യം ഹാഫ് എത്ര 1.5 എത്ര ഹാഫ് വരുന്നുണ്ട്? 3 ഹാഫ് വരുന്നു. അപ്പൊ അവിടെ നമ്മൾ N3 എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഇനി ക്വാർട്ടർലി എന്നാണ് പറയുന്നുണ്ടെങ്കിൽ 1 ഇയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ക്വാർട്ടർ വരുന്നുണ്ട്? 4 വരുന്നുണ്ട്. ഇപ്പൊ 1.5 ഇയർ ആണെന്നുണ്ടെങ്കിൽ എത്ര ക്വാർട്ടർ വരുന്നുണ്ട്? N6 എടുക്കണം. ഫസ്റ്റത്തെ 1 ഇയറിൽ 4 വരുന്നുണ്ട്, ഹാഫ് ഇയറിൽ 2 വരുന്നുണ്ട്. ടോട്ടൽ 6 ആയിട്ട് എടുക്കണം. ഓക്കെ അല്ലെ? എന്നിന്റെ വാല്യൂ എടുക്കുന്നത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആറിന്റെ വാല്യൂ എടുക്കുന്ന സമയത്ത് ഹാഫ് ഇയർലി എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 2 ചെയ്യണം. ക്വാർട്ടർലി എന്നാണ് പറയുന്നത് ഡിവൈഡ് ബൈ 4 ചെയ്യണം. മന്ത്ലി എന്നാണ് പറയുന്നത് ഡിവൈഡ് ബൈ 12 ചെയ്യണം. ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2,400 ഫോർ 2 years at 5% പറയാനാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. കാര്യം പറഞ്ഞു തന്നിട്ട് 2 വർഷത്തേക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡിഫറൻസ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു PI സ്ക്വയർ. 2 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ PI സ്ക്വയർ, 3 വർഷത്തേക്കാണ് PI സ്ക്വയർ ഇൻറ്റു 3 + 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്റെ അതിന്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ മതി. 2,400 P എന്ന് പറഞ്ഞാൽ 2,400 ആണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. I എന്ന് പറഞ്ഞാൽ 5%, 0.05 raised to 2, 0.05 ഇൻറ്റു ഈക്വൽ ടു ഏതാ അതിന്റെ സ്ക്വയർ കിട്ടും 0.0025 ഇൻറ്റു 2,400 ചെയ്താൽ 6 എന്ന് കിട്ടി. ഡയറക്റ്റ് ഡിഫറൻസ് 6 എന്ന് കിട്ടി. ഓക്കെ അല്ലെ? അല്ലാണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ സെപ്പറേറ്റ് കണ്ട് 2,400 ഇൻറ്റു 5% ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കിട്ടി. 2,400 പ്ലസ് 5% പ്ലസ് 5% 2 പ്രാവശ്യം എടുത്താൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കിട്ടി. ഇതിന്റെ ഡിഫറൻസ് എടുത്താലും 6 തന്നെയായിട്ട് വരാം. ഇതാണ് അതിന്റെ ഡയറക്റ്റ് മെത്തേഡ്. ഇത് ഇത്രയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യന് ദ ആനുവൽ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് പെർ 1000 ആർ 39.4 ആൻഡ് 19.4 റെസ്പെക്റ്റീവ്ലി. The number of years in which the population will be doubled assuming there is no immigration or emigration is. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ക്വസ്റ്റ്യൻ ആനുവൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നിട്ടുണ്ട്. എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് പോപ്പുലേഷന് ഡബിൾ ആവാം? ഈ തന്നിട്ടുള്ള ഈ ഡീറ്റെയിൽസ് യൂസ് ചെയ്തിട്ട് ഡബിൾ ആവാൻ എത്ര വർഷം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ പോപ്പുലേഷന്റെ ഇൻക്രീസ് നമുക്ക് എങ്ങനെ കിട്ടാം? പോപ്പുലേഷന്റെ ഇൻക്രീസിങ് റേറ്റ് അവർ തന്നിട്ടില്ല. ഇതിൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും തന്നിട്ടില്ലേ? ഇതിന്റെ ഡിഫറൻസ് ആയിരിക്കൂലേ? നമ്മളെ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറൻസ് എത്ര വരാം? 20 അല്ലേ വരാം? 39.4 മൈനസ് 19.4 എന്ന് ചെയ്താൽ 20 എന്ന് കിട്ടി. 20 പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത്? അല്ല, ഇത് റേറ്റ് പെർ 1000 ആണ്. നമ്മൾ പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്ത് പെർ 100 എടുക്കുക. പെർ 1000 20% ആണ് വരുന്നത്. ശ്രദ്ധിക്കണേ, അവർ പറഞ്ഞിട്ടുള്ള റേറ്റ് പെർ 1000 1000 പ്രകാരമുള്ളതാണ് അവർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടി? നമ്മൾ പെർസെൻറ്റേജ് എടുക്കല്ല, 100 ടേംസിലല്ലേ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. 100 ടേംസിലല്ലേ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള സമയത്ത് ബർത്തിന്റെയും ഡെത്തിന്റെ ഡിഫറൻസ് എടുത്തപ്പോൾ 20 എന്ന് കിട്ടി. ഇത് പെർ 1000 ടേംസ് ആണ്. നമ്മൾ 100 ടേംസിലേക്ക് എങ്ങനെ ആക്കുക? ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ 2% കിട്ടി. അല്ല, 20,000 20 ആണെന്നുണ്ടെങ്കിൽ 100 എത്ര ആയിരിക്കും വരാം? 2% ആയിരിക്കും വരാം. അപ്പോൾ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ 2% ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ അല്ലേ? ഇത് ബേസിക് കോമൺ സെൻസ് ആണ് കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ വേറെ കൺസെപ്റ്റിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മളിത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കണം. 2% ആണ് പോപ്പുലേഷൻ റേറ്റ് എന്നുള്ള കാര്യം കിട്ടി. ഓക്കെ അല്ലേ? നമ്മളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ? ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ഡബിൾ ആവാൻ വേണ്ടി എത്ര വർഷം? 2% ആണ് പോപ്പുലേഷൻ റേറ്റ് എന്നുണ്ടെങ്കിൽ ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കും? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, ഡബിൾ ആവാൻ വേണ്ടിയിട്ട് എത്ര വർഷം എടുക്കും?
പോപ്പുലേഷൻ ആണ് നമ്മൾ ഏതാ എടുക്കേണ്ടത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എടുക്കേണ്ടത്. A is equal to P into 1 plus R raised to N അല്ലേ. ഞാൻ പ്രിൻസിപ്പിൾ ഒന്നും തന്നിട്ടില്ല, ഏതാണെന്നുള്ളത് ഒരു എമൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അസ്യൂം ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അസ്യൂം ചെയ്തിട്ട് 100 ആണെന്ന് കിട്ടി. അപ്പൊ ഡബിൾ ആവണമെന്നുണ്ടെങ്കിൽ എത്ര വേണ്ടി വരും? 200 ആവേണ്ടി വരും. 1 പ്ലസ് ആറിന്റെ റേറ്റ് 2% ആണെന്ന് കണ്ടുപിടിച്ചു അല്ലെ. ഇൻക്രീസ് ആവുന്നത് 2% ആണ്. ദാറ്റ് മീൻസ് 0.02 റേസ് ടു n. ഇവിടെ n ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ n ഞാൻ അതേപോലെ തന്നെ വെച്ചു. ഈ 100 ഇങ്ങോട്ട് വരുന്ന സമയത്ത് 2 എന്നാവും അല്ലെ. 2 A is equal to P into 1 plus R raised to N ആണ് ഉള്ളത്. അതിൽ P 100 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. അത് ഡബിൾ ആവാൻ വേണ്ടി 100 ഡബിൾ എന്ന് പറഞ്ഞാൽ 200 അല്ലേ. 1 പ്ലസ് ഇൻട്രസ്റ്റ് റേറ്റ് 2% ആണ് കാൽക്കുലേറ്റ് ചെയ്ത് 2% എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. എന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 100 ഈക്വൽ ടു ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആയില്ല. 200 divided by 100 is equal to 1.02 raised to n എന്നായി അല്ലെ. 1 plus 0. ഡയറക്റ്റ് ചെയ്തതാ കേട്ടോ. അപ്പൊ 2 is equal to 1.02 raised to n എന്നായി. ഇനി അടുത്ത് നമ്മൾ എങ്ങനെ, ഒന്നെങ്കിൽ ലോഗ് യൂസ് ചെയ്യണം. ലോഗ് യൂസ് ചെയ്താൽ ആൻസർ കിട്ടും. നമ്മൾ ഓപ്ഷൻ തന്നിട്ടുള്ള ഓപ്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സിമിലർ ആണോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഉള്ളതാണോ എന്ന് നോക്കാം. ഇതിൽ 35, 30, 25 നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ. 1.02 എടുത്തു. ഇൻറ്റു ഈക്വൽ ടു കൊടുത്തിട്ട് എത്രാമത്തെ പ്രാവശ്യമാണ് 2 വരുന്നത് നോക്കാം. 2 വരുന്ന വരെ ഈക്വൽ ടു കൊടുക്കാം. 2 വരുന്ന വരെ ഈക്വൽ ടു കൊടുത്തപ്പോ 1.9999 വരുന്ന വരെ 1.9999 കിട്ടും. അപ്പം മുകളിൽ കാൽക്കുലേറ്ററിന്റെ മുകളിൽ 636 എന്നാണ് വന്നിട്ടുള്ളത്. കാൽക്കുലേറ്ററിന്റെ മുകളിൽ 36 എന്നാണ്. കാൽക്കുലേറ്ററിന് മുകളിൽ 36 ആണെന്നുള്ള പവറിൽ എത്ര ആയിരിക്കും വരാം? 35 ആയിരിക്കും വരാം. ഇവിടെ നിന്ന് 1 കുറഞ്ഞിട്ടുള്ളതാണ് വരാന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ 35 ആൻസർ. എന്റെ വാല്യൂ എന്താ വരാം? 35. 1.02 35 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്? 2 കിട്ടുന്നത്. ദാറ്റ് മീൻസ് 1.999 എന്നുള്ളത് കിട്ടുന്നത് 35 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആൻസർ എന്താ വരാം? 35 എന്ന് വരും. ഓക്കെ അല്ലേ. ആൻസർ 35 എന്ന് വരും. ഇനി അടുത്തത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ 4000 ഫോർ 6 months at 12% പേയബിൾ ക്വാർട്ടർലി. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് എത്ര വരാന്നാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. പ്രിൻസിപ്പൾ 4000 ആണെന്ന് പറയുന്നുണ്ട്. 6 months 6 മാസത്തേക്കാന്ന് പറയുന്നുണ്ട്. ക്വാർട്ടർലി എന്ന് പറയുന്നത്. ക്വാർട്ടർലി 6 മാസത്തിൽ എത്ര ക്വാർട്ടർലി ഉണ്ടാവും? ക്വാർട്ടർലി എന്ന് പറയുന്നത് 3 monthsനല്ലേ ക്വാർട്ടർലി എന്ന് പറയുന്നത്. 12 മാസത്തിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത 3. ഓരോ 3 മാസത്തിനാണ് നമ്മൾ ക്വാർട്ടർലി എന്ന് പറയുന്നത്. അപ്പൊ 6 മാസത്തിൽ എത്ര 3 മാസം ഉണ്ടാവും? 3 മാസം അല്ലേ. ദാറ്റ് മീൻസ് n എന്ന് പറഞ്ഞപ്പോ എത്ര ആയിരിക്കും? 2. 6 മാസത്തിൽ എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് ക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും? 2 പ്രാവശ്യം. ക്വാർട്ടർലി എന്ന് ഇവിടെ പറയുന്നുണ്ട്. 6 മാസത്തേക്കാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 6 മാസത്തേക്ക് എത്ര പ്രാവശ്യം ഇൻട്രസ്റ്റ് ക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും? 2 പ്രാവശ്യം ക്യുമുലേറ്റ് ചെയ്യുന്നുണ്ടാവും. 12% പെർ ആനം ആണ്. എനിക്ക് ക്വാർട്ടർലി വേണ്ടി. അപ്പൊ 12 divided by 4 ദാറ്റ് മീൻസ് 3% ആയിരിക്കും ക്വാർട്ടർലി വരുന്നുണ്ടാവാം. പ്ലസ് 3% പ്ലസ് 3% 2 പ്രാവശ്യം അടിക്കാം. 4000 പ്ലസ് 3% പ്ലസ് 3% 2 പ്രാവശ്യം അടിക്കുന്ന സമയത്ത് 4243.6. നമ്മളോട് ചോദിച്ചുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചുള്ളത്. നമ്മളോട് ചോദിച്ചുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിന്ന് പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ടുള്ള 4000 മൈനസ് ചെയ്യാം. അപ്പോൾ 243.6 ദാറ്റ് മീൻസ് ഓപ്ഷൻ എ എന്ന് കിട്ടി. ഓക്കെ അല്ലേ. പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതൊന്നും കൂടി എങ്ങനെയാണ് ക്വാർട്ടർലി ഹാഫ് ഇയർലി വരുമ്പോ എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞുതരാം. എങ്ങനെയാണ് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി വരുന്ന സമയത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ, ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി വരുന്ന സമയത്ത് എങ്ങനെയാ ചെയ്യാന്നുണ്ടെങ്കിൽ എന്തിലൊക്കെയാണ് ഡിഫറൻസ് വരാം? എന്നിലും അതേപോലെ തന്നെ പെർസെൻറ്റേജിലും അല്ല ഡിഫറൻസ് വരാം. ഇപ്പൊ നമ്മളോട് മന്ത്ലി എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ
മന്ത്ലി എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ n എന്ന് പറഞ്ഞാൽ × 2. ഇപ്പോൾ 1 ഇയർ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ n നമ്മൾ എത്ര എടുക്കേണ്ടി വരും? 12 എടുക്കേണ്ടി വരും. 2 ഇയർ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വരും? × 12 ചെയ്തിട്ട് 24 വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ എന്താവും? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 6 അല്ലേ? 6ൽ എന്തായിരിക്കും ഡിഫറൻസ് വരാം? ഡിവൈഡഡ് ബൈ 12 ചെയ്യണം. അപ്പം 12% പെർ ആനം ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി എത്ര ആയിരിക്കും വരാം? 12 ഡിവൈഡ് ബൈ 12, ദാറ്റ് മീൻസ് 1% ആയിരിക്കും വരാം. 24% ആണെന്നുണ്ടെങ്കിലോ മന്ത്ലി 2% എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അതേപോലെ തന്നെ അപ്പൊ ക്വാർട്ടർലി ആണെങ്കിലോ, ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിലോ × 2 ചെയ്യാം. ഹാഫ് ഇയർലി ആണെന്നുണ്ടെങ്കിൽ × 2 ചെയ്യാം. അതേപോലെ തന്നെ റേറ്റും ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ക്വാർട്ടർലി ആണെന്നുണ്ടെങ്കിലോ × 4 ചെയ്യാം, ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. എന്താണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് അതിനെ ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 4 എന്ന് ചെയ്യാം. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് n-ന്റെയും r-ന്റെയും വാല്യൂ കിട്ടുക. ഓക്കെ അല്ലേ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ കൂടെ തന്നെ വരുന്നതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കൂടെ തന്നെയാണ് അത് പറഞ്ഞു പോകുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കൂടെ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞു പോകുന്നത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കൺസെപ്റ്റ് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ ഹാഫ് ഇയർലി മന്ത്ലി ക്വാർട്ടർലി ഒക്കെ നമ്മൾ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യല. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവ്ലി ഒരു ഇയറിലേക്ക് എനിക്ക് എത്ര ഇൻട്രസ്റ്റ് ആണോ കിട്ടുന്നത് അതിനാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സപ്പോസ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 10,000 റുപ്പീസ് ഞാൻ കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിന്റെ കേട്ടോ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പ്രകാരം ഞാൻ 10% ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് 6 മന്ത് ആവുന്ന സമയത്ത് 5% വന്നു. വീണ്ടും അടുത്ത 6 മന്ത് ആകുമ്പോൾ 5% എന്ന് പറയുമ്പോൾ 500 വന്നു. പിന്നെ അടുത്ത 6 മാസത്തേക്ക് ഞാൻ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? 10,500 പുറത്താണല്ലോ ഞാൻ 5% കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 525 എന്ന് വന്നു. ദാറ്റ് മീൻസ് എഫക്റ്റീവ്ലി 1025 എന്ന് വന്നു. പക്ഷെ ഞാൻ ഡയറക്റ്റ് 10% ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര ആയിരിക്കും വരാം? 1000 അല്ല വരാം. അപ്പൊ എഫക്റ്റീവ്ലി എനിക്ക് ഈ ഹാഫ് ഇയർലി സ്കീം പകരം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത സമയത്ത് എനിക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി? ഇതിന്റെ 10.25% അല്ലേ? 10,000 10.25% അല്ലേ 1025 എന്ന് പറയുന്നത്? 10.25% ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റേറ്റിനാണ് നമ്മൾ എന്താ പറയുക? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ശരിക്കും 10% per annum പ്രകാരമാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഹാഫ് ഇയർലി എന്നുള്ളൊരു സ്കീം പ്രകാരം ആയതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഇൻട്രസ്റ്റ് കിട്ടി? 1025 കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വന്നു. ഈ പുതിയ ഇൻട്രസ്റ്റിന് എഫക്റ്റീവ്ലി എത്ര ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിമ്പിൾ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. 1 + i⁻n - 1. ഇതാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ഇക്വേഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ ഐന്റെയും എന്നിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമേ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവുള്ളൂ. ആ ഐന്റെ എന്നിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ഈ ബോക്സിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വന്നിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? ആ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് ടു എ നോമിനൽ റേറ്റ് 3% per annum payable half yearly. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ 1 + i⁻n - 1 അല്ലെ? 1 + i⁻n - 1 അല്ലെ? 1 കൊടുക്കുക. ഐ എത്ര വരാം? ഐ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 3% per annum എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേയബിൾ ഹാഫ് ഇയർലി ആണ്. അപ്പൊ ഐന്റെ വാല്യൂ എന്താ വെച്ചാൽ ഡിവൈഡ് ആണ് ചെയ്യുന്നത്. ഐ കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ആണ് ചെയ്യേണ്ടത്. 3% ഹാഫ് ഇയർലി ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 3 ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ദാറ്റ് മീൻസ് 1.5% ആണ്. അത് ഐയിലേക്ക് മാറ്റുന്ന സമയത്ത് എന്താവും? 0.015 എന്നാവും അല്ലെ? എന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് ഹാഫ് ഇയർലി എന്നാണ് പറയുന്നത്. ഹാഫ് ഇയർലി എന്ന് പറഞ്ഞാൽ എന്നെ അപ്പം എത്ര വരും? 2 വരും. ഇയർലി എത്ര ഹാഫ് വരുന്നത്? 2 അല്ലെ? ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 2 എടുക്കുക, ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ 4 എടുക്കുക, മന്ത്ലി എന്ന് പറയുമ്പോൾ 12 എടുക്കുക. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഓക്കെ അല്ലേ? 2 എടുക്കുക -1. ഇത് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി.
1.015 ഇൻറ്റു ഈക്വൽ ടു അടിക്കുക -1 കൊടുക്കുക. അപ്പോൾ കിട്ടുക 0.030225 ആണ്. ഇതെന്താണ് ഐന്റെ വാല്യൂ, ഈ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഐ ആണ് കിട്ടിയിട്ടുള്ളത്, നമ്മളോട് പെർസെൻറ്റേജ് അല്ല ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇൻറ്റു 100 എന്ന് കൂടി ചെയ്യണം. അപ്പോൾ 3.0225% പെർ ആനം എന്ന് കിട്ടും. ഓക്കെ അല്ലേ? എഫക്റ്റീവ്ലി 3% പെർ ആനം പ്രകാരമാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് എഫക്റ്റീവ്ലി എത്ര കിട്ടിയിട്ടുണ്ട്? 3.0225% കിട്ടി. ഇതിനാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കറസ്പോണ്ടിങ് എ നോമിനൽ റേറ്റ് 7% per annum compound convertible quarterly is. ക്വസ്റ്റ്യൻ ഓക്കെ അല്ല? 7% ഇൻട്രസ്റ്റ് പ്രകാരം ക്വാർട്ടർലി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത്, അപ്പൊ എഫക്റ്റീവ്ലി എത്ര ആയിരിക്കും വരാന്ന്? എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 1 + i⁻n-1. ഈ ക്വസ്റ്റ്യനിൽ ഐന്റെ വാല്യൂ എത്ര ആയിരിക്കും വരാം? 7% പെർ ആനം ആണ്. അപ്പൊ ക്വാർട്ടർലി എന്ന് പറയുന്ന സമയത്ത് 7/4 ചെയ്യണം അല്ലെ? 7/4 എന്ന് പറയുന്ന സമയത്ത് 1.75% എന്ന് വരും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് എടുത്തതെന്നുള്ള കാര്യം ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് എടുത്തതെന്നുള്ള കാര്യം ഓക്കെ അല്ലേ? ഡിവൈഡ് ക്വാർട്ടർലി ആയതുകൊണ്ട് /4 ചെയ്തു. 4 ചെയ്തപ്പോൾ നമുക്ക് 1. ഐയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 0.0175 എന്നായി. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര എടുക്കുക? 4 ആണ് എടുക്കുക. -1 എന്ന് വന്ന്. ഓക്കെ അല്ലേ? അപ്പോൾ 1.0175 ഇൻറ്റു ഈക്വൽ ടു 4 പ്രാവശ്യം കൊടുക്കുക, -1 കൊടുക്കുക. അപ്പൊ കിട്ടുക 0.071859 എന്ന് കിട്ടും അല്ലെ? ഇത് ഐ ആണ് കിട്ടില്ല, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഐ കിട്ടില്ല, നമ്മളോട് റേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. റേറ്റ് ചോദിക്കുന്ന സമയത്ത് ഇൻറ്റു 100 എന്ന് ചെയ്യാം. അപ്പം 7.18 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഈ പറഞ്ഞിട്ടുള്ള ഈ 3 ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള 3 കൺസെപ്റ്റും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നല്ല വൃത്തിക്ക് നോക്കണം കേട്ടോ. ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം. ഓക്കെ അല്ലേ? പറഞ്ഞിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് പറഞ്ഞു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പറഞ്ഞു, അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻ പറഞ്ഞു. 2 വർഷത്തേക്കുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും ഡിഫറൻസ് ആണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു. 3 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ കേസും പറഞ്ഞിട്ടുണ്ട്. ഈ 3 നോക്കുക, എങ്ങനെയാണ് കാൽക്കുലേറ്റർ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എങ്ങനെയാണ് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുക എന്നുള്ള കാര്യം നോക്കുക. ബാക്കി ഡിപ്രീസിയേഷന്റെ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻസും ബൈ ഹാർട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം.